അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു ജനകീയ സഭ അതല്ലെങ്കിൽ നമ്മളുടെ ഈ ഡ്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് റീന്യൂവബിൾ എനർജി റെഗുലേഷന്റെ 2025 പുതിയ നിയമത്തിന്റെ ഡ്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് നടക്കുവാൻ പോകുന്ന ഹിയറിംഗ് 22, 28, 29, 30 ഈ 4 ദിവസങ്ങളിൽ റെഗുലേറ്ററി കമ്മീഷൻ ഫിസിക്കൽ ഹിയറിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, അത് കഴിഞ്ഞ് പാലക്കാട്, കോഴിക്കോട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രാഫ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇന്നിവിടെ നടത്തുവാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചർച്ചയിലേക്ക് നമ്മുടെ KDSPC കേരള ഡൊമസ്റ്റിക് സോളാർ പ്രൊസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയുടെ അംഗങ്ങളും പുറത്തുനിന്ന് വന്ന ധാരാളം പേരുമുണ്ട്. അവരെല്ലാ പേരെയും നമ്മുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ കേരള ഡൊമസ്റ്റിക് സോളാർ പ്രൊസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് 2024 ഫെബ്രുവരിയിൽ രൂപീകൃതമായ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വന്ന ഒരു വിർച്വൽ പ്ലാറ്റ്ഫോമാണ്. ഇപ്പോഴും വിർച്വൽ പ്ലാറ്റ്ഫോം തന്നെയാണ്. നമ്മളൊരു രജിസ്റ്റേർഡ് സംവിധാനമല്ല, അങ്ങനെ ഇതേവരെ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ വിർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ പരസ്പരം ഹെൽപ്പ് ചെയ്യുക. പിന്നെ നമുക്ക് എന്തെങ്കിലും നിയമപരമായിട്ട് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ സംഘടനയുടെ പേരിലല്ല നമ്മൾ ടേക്കപ്പ് ചെയ്യുന്നത്. അതിനായിട്ട് 3-4 പെറ്റീഷനേഴ്സിനെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ എടുത്ത് അവരായിരിക്കും ഈ KDSPCയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പേപ്പറുകൾ കൊടുക്കുന്നത്. നമ്മൾ ഒരു ഫിക്സഡ് ചാർജിന്റെ ഒരു കേസ് ഓൾറെഡി ഉണ്ട്, ഹൈക്കോടതിയിലൊക്കെ പോയതാണ്. റെഗുലേറ്ററി കമ്മീഷനിൽ നിന്ന് നമുക്ക് വിധി വന്നത്, അതിൽ 2 പാർട്ടുണ്ടായിരുന്നു. സെക്യൂരിറ്റി ഡിപ്പോസിറ്റും ഉണ്ടായിരുന്നു, ഫിക്സഡ് ചാർജും ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് നമുക്ക് അനുകൂലമായിട്ട് വന്നു. ഫിക്സഡ് ചാർജ് അനുകൂലമാക്കാതിരിക്കാൻ അവർ മാക്സിമം അതിനകത്ത് കൃത്രിമത കാണിച്ച് അത് നമ്മൾ അടുത്ത അപ്പീലിംഗ് അതോറിറ്റിയിലേക്ക് കൊടുത്തിട്ടില്ല. കൊടുക്കാനായിട്ട് അതിന് 45 ദിവസം കൊണ്ട് അതിനകത്ത് പ്ലാൻ ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യും. അതിനായിട്ട് വലിയൊരു ചെലവൊക്കെ വേണ്ടി വരുമായിരുന്നു. അതെല്ലാം ഞങ്ങൾ ഈ KDSPCയിലെ അംഗങ്ങൾ ഒരു 300-400 പേര് ചേർന്ന് 2 ദിവസം കൊണ്ട് കളക്ട് ചെയ്തു എന്നുള്ളതാണ്. അത്രയും വലിയൊരു സ്ട്രെങ്ത് ആണ് KDSPC എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന കാര്യം സാധ്യമാക്കും എന്നുള്ള ആ ഒരു ശക്തി നമ്മൾ തെളിയിച്ച ഒരു സംഭവമാണിത്. അപ്പോൾ അതിന്റെ എമൗണ്ടോ അല്ലെങ്കിൽ അപ്പീലിങ്ങിന്റെ കാര്യങ്ങളോ ഒന്നും കൂടുതൽ ഈ പൊതുവേദിയിൽ പറയുവാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള അറേഞ്ച്മെന്റ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ KDSPC എന്ന് പറയുന്നത് അതിൽ അല്ലാതെ ഈ ഗ്രൂപ്പിൽ അല്ലെ ഈ ചർച്ചയിൽ ഇപ്പോൾ ഇരിക്കുന്ന പുറത്തുനിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിനകത്ത് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് ഈ KDSPCയിലേക്ക് അംഗമായി നമ്മൾ പരസ്പരം ലിങ്ക് ചെയ്ത് നമ്മുടെ ശക്തി വളർത്തുക. ഈ സംഘടന വളർത്താനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ സ്വന്തം സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക. നമുക്ക് ഒറ്റപ്പെട്ടു പോകരുത്. നമുക്ക് പ്രശ്നങ്ങളുണ്ട്, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കുക. അല്ലാതെ നമ്മളൊരു സംഘടന വലിപ്പമോ ഒന്നും കാണിക്കാൻ വേണ്ടിയല്ല. ഇപ്പൊ ഏതാണ്ട് 3000 അംഗങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പൊ നമ്മളെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, ഈ ഡ്രാഫ്റ്റ് ഇറങ്ങിയത് നമുക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് പുതിയ ഡ്രാഫ്റ്റ് വരുന്നത്. എന്തിനാണ് ഇത്തരത്തിൽ മോശപ്പെട്ട ഒരു ഡ്രാഫ്റ്റ് ഇറക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ KICBക്ക് എന്തൊക്കെയോ വലിയ ബുദ്ധിമുട്ടുകൾ ഇവിടുത്തെ സോളാർ പ്രൊസ്യൂമേഴ്സിനെ കൊണ്ട് അല്ലെങ്കിൽ നിലവിലുള്ള സിസ്റ്റം കൊണ്ട് വരുന്നു. അതുകൊണ്ട് അവർ മാക്സിമം പുതിയ ആൾക്കാർ വരാതിരിക്കാനോ അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തത്തക്കവണ്ണമാണ് ഈ ഡ്രാഫ്റ്റ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഈ ഡ്രാഫ്റ്റ് ശരിയല്ല എന്ന് വായിക്കുന്നു. ഈ ഡ്രാഫ്റ്റ് പാസ്സായി നിയമമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് കേസുകൾ വരാനൊക്കെ സാധ്യതയുണ്ട്. ഇതിനകത്ത് ഞാൻ ഒരു 3-4 പോയിന്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചതെന്ന് പറഞ്ഞാൽ, ഈ RPO എന്ന് പറഞ്ഞാൽ റീന്യൂവബിൾ പർച്ചേസ് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ശരിക്കും റോങ് പ്രാക്ടീസാണ്. റെഗുലേറ്ററി കമ്മീഷൻ ഇപ്പോഴും അവിടെ നിന്ന് RCOയിലേക്ക് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് അതിന് പ്രത്യേകിച്ച് കേരളത്തിൽ അല്ലെങ്കിൽ ചില റെഗുലേറ്ററി കമ്മീഷനുകൾ RCOയിലേക്ക് പോയിട്ടില്ല. അത് RCO എന്ന് പറഞ്ഞ കൺസർവേഷൻ ആക്ട് 2001 ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതിലേക്ക് പോയിട്ടില്ല. അത് മാറണമെന്ന് പറഞ്ഞിട്ട് പോലും ഈ ഇറക്കുന്ന ഡ്രാഫ്റ്റ് RPO വെച്ചാണ്. RPO വെച്ച് എടുക്കുമ്പോൾ എന്താ പ്രോബ്ലം വെച്ചാൽ, നമ്മളെ കണക്ക് പുരപ്പുറ സോളാർ പദ്ധതികളുടെ പുരോഗമനം അല്ലെങ്കിൽ പുതിയത് വരുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതി അതിനകത്ത് വരുത്തില്ല. പക്ഷെ RCOയിൽ അങ്ങനെയല്ല. അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ് വേണം. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുരപ്പുറ സോളാർ പദ്ധതികൾ അതിനകത്ത് വേണം. അപ്പോൾ നിങ്ങൾ
ഈ വരാൻ പോകുന്ന ഹിയറിംഗിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയേണ്ട ഒരു പോയിന്റ് ആണ് ഞാൻ ഈ പറഞ്ഞത്. RTO ആണ് ഡ്രാഫ്റ്റ് പറഞ്ഞിരിക്കുന്നത്. RTO അല്ല വരേണ്ടത്, RCO ആണ്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പിന്നെ വീലിംഗ് സംബന്ധിച്ച് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. വീലിംഗ് എന്ന് പറഞ്ഞ ഒരു സംഗതി ഇപ്പൊ നമ്മൾ പലരും എൻജോയ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതില്ല, അത് പുതിയതിലില്ല. അത് ഗ്രൂപ്പ് നെറ്റ് മീറ്ററിംഗ് എന്ന് പറഞ്ഞ ഒരു ഓമന പേരിലാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് സ്വന്തം ബിൽഡിങ്ങിലേക്ക്, സ്വന്തം ഓണർഷിപ്പിലുള്ള ബിൽഡിങ്ങിലേക്ക് ഒരു പക്ഷേ അത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതായത് ആ ബിൽഡിംഗ് നിങ്ങളുടെ പേരിലായിരിക്കണം. രണ്ടാമത് പിന്നെന്താണ് സാറേ, ഒരു പോയിന്റ് കൂടെ ഉണ്ടല്ലോ അതിനകത്ത്. പിന്നെ താരിഫ് ഡൊമസ്റ്റിക്കിലുള്ള ഒരാൾക്ക് ഡൊമസ്റ്റിക്കിലേക്ക് മാത്രമേ മാറ്റാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നെറ്റ് മീറ്ററിംഗ് സംവിധാനം ഈ ഡ്രാഫ്റ്റ് വന്നിരിക്കുന്ന 3 KW വരെ ഉള്ളൂ. 1000 KW എന്നുള്ളതാണ് ഈ 3 KW ആക്കി വെട്ടിക്കുറച്ചിരിക്കുന്നത്. അതിന് മുകളിലോട്ട് നെറ്റ് മീറ്ററിംഗ് 5 വരെ കൊടുക്കണമെങ്കിൽ, 5 വരെയാണ് ആ ലിമിറ്റ് പറഞ്ഞില്ല, അതിന് മുകളിലോട്ട് വേണമെങ്കിൽ പിന്നെ അവിടെ ഇത് ബാറ്ററി ബാക്കപ്പ് കൂടെ വേണം. പിന്നെ നോർമലൈസേഷൻ ഫാക്ടർ, പിന്നെ ബാങ്കിങ് ഫെസിലിറ്റി ഒഴിവാക്കുകയാണ്. അത് ഒരു മാസത്തിൽ നിന്ന് അടുത്ത മാസത്തേക്ക് ബാങ്ക് ചെയ്യുന്ന ആ സംഗതി ഒഴിവാക്കുകയാണ്. 1:1 റേഷ്യോയിലേക്ക് നോൺ സോളാർ അവേഴ്സിൽ ഈ എനർജി ഉപയോഗിക്കുന്നതിന്റെ റെസ്ട്രിക്ഷൻ പുതിയ നിയമത്തിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. കാരണം അതെല്ലാം നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. KDSPC 42 പേജുള്ള വലിയൊരു റിപ്പോർട്ട് ഇതിനകത്ത് കമന്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ KDSPCയിൽ ഉള്ളവരും പുറത്തുനിന്നുള്ളവരും നമ്മുടെ ഏലത്തുകാരും സോളാർ സ്ഥാപിച്ചിട്ടുള്ള ആരും സോളാർ സ്ഥാപിക്കാത്തവർ തീർച്ചയായിട്ടും ഇതിനകത്ത് അറ്റൻഡ് ചെയ്യണം. ഇവിടെ എന്താ നടക്കാൻ പോകുന്ന സംഗതികൾ അവരും അറിയണം. നാളെ പുറത്തുനിന്ന് ഈ സോളാർ വൈദ്യുതിക്ക് പകരം പുറത്തുനിന്ന് സോളാർ വൈദ്യുതി വാങ്ങിച്ചിട്ട് ഈ പറയുന്ന കൺസ്യൂമേഴ്സിന് അധിക ബാധ്യത വരുന്ന സ്ഥിതിയുണ്ട്. അതും അവർ അറിഞ്ഞിരിക്കണം, അതിന് പ്രതിഷേധിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഈ വരുന്ന ഹിയറിംഗ് സൗകര്യങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അപ്പൊ ഇത് ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് കയറാം. ഇതിനകത്ത് പ്രത്യേകിച്ച് ക്ലാസ്സോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഓരോരുത്തരും പറയുന്നതനുസരിച്ച് തന്നെ നമുക്ക് ചർച്ചകൾ കണ്ടിന്യൂ ചെയ്യാം. മിക്കവാറും പലർക്കും സംശയങ്ങളും കാര്യങ്ങളൊക്കെ കാണും. നമ്മൾ ഹിയറിംഗിൽ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് നമ്മുടെ ഇഷ്യൂസ് എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടോ, അതൊക്കെയാണ് മിക്കവാറും നമ്മൾ KDSPC തന്നെ ഒരു ഗ്രൂപ്പ് ഇതിനു വേണ്ടി തുടങ്ങി അവിടെ പല പോയിന്റ്സ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ചർച്ചകൾ തുടങ്ങാനായിട്ട് ഹാൻഡ് റൈസ് ചെയ്യാം. ആ ചർച്ചകളിലൂടെ തന്നെ നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആരാ ആദ്യം ഒന്ന് സംസാരിച്ച് തുടങ്ങുന്നത്? ഹാൻഡ് റൈസ് ചെയ്യാം. ജോർജ് സാർ ഒന്ന് സംസാരിച്ച് തുടങ്ങുന്നുണ്ടോ സാറേ? അല്ല, ഇവര് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് തുടങ്ങുന്നതായിരിക്കും. നമ്മൾ കൂടുതൽ സമയം കളയാതെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇവര് ആരെങ്കിലും ക്ലാരിറ്റി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അവരുടെ ഏത് വിഷയത്തിലാ ക്ലാരിറ്റി കൊണ്ടുവരുന്നത് നമ്മൾക്കറിയില്ല. മനസ്സിലാകാത്ത വിഷയത്തിലോ ക്ലാരിറ്റി ഇല്ലാത്ത വിഷയത്തിലോ കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തി എന്താണ് നിങ്ങളുടെ പറഞ്ഞോളൂ. ആരാ? നമസ്കാരം, ഞാൻ ഒറ്റപ്പാലത്ത് നിന്നാണ്, സോളാർ ഇൻസ്റ്റാളറാണ്. ഈ ബിഹൈൻഡ് ദി മീറ്റർ KCB കൊണ്ടുവരാൻ പോകണമെന്ന് പറഞ്ഞു, അത് എന്താണെന്ന് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമോ? ബിഹൈൻഡ് ദി മീറ്ററിംഗ് എന്നാണ് പറഞ്ഞത്. അതായത് ഞാൻ മനസ്സിലാക്കിയത് ഓഫ് ഗ്രിഡ് സോളാറുകാർ മറ്റേ ഗ്രിഡ് അല്ല മറ്റേ KCBയുടെ ചാർജോ അല്ലെങ്കിൽ സോളാറോ വെച്ച് മറ്റേ ബാറ്ററി ചാർജ് ചെയ്തിട്ട് അത് ഉപയോഗിക്കുമ്പോൾ KCB അതിനൊരു മീറ്റർ വെച്ച് റീഡ് ചെയ്യണം എന്നൊരു ഇത് വരുന്നുണ്ട്. അത് ശരിയാണോ എന്നറിയാം. അതേ പറയാം. ബിഹൈൻഡ് ദ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിഡ് കണക്റ്റഡ് തന്നെയാണ്. ഗിഡ് കണക്റ്റഡ്, ഗിഡ് ടൈഡ് ആണ്. അത് നമ്മൾക്ക് മീറ്ററിൽ ഇപ്പോഴും ഇറങ്ങുന്ന 2 വിധത്തിൽ അതിനെ പറയാം. ഇപ്പൊ ഇറങ്ങുന്ന ഇതിനെല്ലാം 0 എക്സ്പോർട്ട് സെറ്റ് ചെയ്യാം. മിക്കവാറും എല്ലാ ഇൻവെർട്ടറിനും 0 എക്സ്പോർട്ട് സെറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ലേറ്റസ്റ്റ് ഇറങ്ങുന്നത് എക്സ്പോർട്ട് 0 ആകാം. അപ്പൊ നിങ്ങളുടെ വീട്ടിനകത്ത് അല്ലെങ്കിൽ ഒരു പലപ്പോഴും അത് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. പലപ്പോഴും പല ഹോസ്പിറ്റലുകളും ഇതുപോലെ കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളും പകൽ വർക്ക് ചെയ്യുന്ന പല ഇതുകളും അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ട് കൊടുത്തിട്ട് ഇൻസ്റ്റോൾ ചെയ്യുകയും എന്നിട്ട് അവരുടെ ബില്ലുമായിട്ട് അവര് ബില്ല് പേ ചെയ്യും. ഒരാളെ ഏൽപ്പിക്കുന്ന ആള് അവര് സോളാർ ഇൻസ്റ്റോൾ ചെയ്തിട്ട് ആ ബില്ല് പേ ചെയ്യും. എന്നിട്ട് ഇത്ര വർഷത്തേക്ക് അവർക്ക് ഒരു പൈസ പോലും ചെലവില്ല. അപ്പം ഈ സോളാർ ആര് തന്നെ ആ ഒരു പകൽ പൈസ മുടക്കി സോളാർ വെച്ച് എന്നിട്ട് ആ ഹോസ്പിറ്റലിന്റെയോ ആ സ്ഥാപനത്തിന്റെയോ ബില്ലുകൾ ഇവർ നേരിട്ട് അടയ്ക്കും. എന്നിട്ട് ഇത്ര വർഷം കഴിയുമ്പോൾ അവർക്ക് അതിന്റെ റിട്ടേൺ കിട്ടും. ആ റിട്ടേണിന്റെ ബില്ലിന്റെ ഡിഫറൻസ് കൊണ്ട് തന്നെ പോകും. നമുക്കറിയാം ഈ ഡൊമസ്റ്റിക് സോളാറിന് മാത്രമേ ഈ കോംപ്ലിക്കേഷൻ ഉള്ളൂ. ബാക്കിയുള്ള മിക്കവാറും കൺസ്യൂമർക്കൊക്കെ ശരാശരി ഒരു യൂണിറ്റിന് 10 രൂപയിൽ കൂടുതലാകുന്ന ആൾക്കാരാണ് അവരെ ഫിക്സഡ് ചാർജുകൾ കൂട്ടിയാൽ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം
ഇതിന്റെ റേറ്റ് കൊണ്ട് തന്നെ അവരുടെ ഒരു 3-4 വർഷം കൊണ്ടോ 2-3-4 5 വർഷം താഴെ അവർക്ക് ആ ബില്ല് എമൗണ്ട് തിരിച്ചു കിട്ടുകയും ചെയ്യും. അപ്പൊ ആ രീതിയിലൊരു ഇതുണ്ട്. അപ്പൊ അതിനകത്ത് എക്സ്പോർട്ട് 0 ആക്കിയാൽ മതി. അതിപ്പോ റെഗുലേറ്ററി കമ്മീഷന്റെ ഇവരുടെ KCBയുടെ അപ്രൂവൽ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒരു എക്സ്പോർട്ട് അല്ലല്ല, അങ്ങനെയല്ല. സോളാർ വെക്കാത്തവർക്കും ബിഹൈൻഡ് ദി മീറ്റർ വെക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ വീട്ടിലൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റം സ്ഥാപിച്ചിട്ട് അതിൽ ബാറ്ററി വെച്ച് ഉപയോഗിക്കുകയാണെങ്കിലും അതിന്റെ കണക്ക് KSEBക്ക് അറിയണം എന്നാണ് ഇന്നലെ ഒരു മീറ്റിംഗ് മനസ്സിലാക്കിയത്. ബിഹൈൻഡ് ദി മീറ്റർ പറഞ്ഞാൽ ശരിക്കും അതല്ലേ? അല്ലല്ല ഓഫ് ഗ്രിഡ് വെക്കുന്നതിനകത്ത് മീറ്റർ വെക്കേണ്ടത് കൺസ്യൂമറുടെ സൗകര്യമാണ്. അതിനകത്ത് ഇവർക്ക് അന്ന് ഒരു ഉത്തരവാദിത്വം ഇല്ല. അത് വേണമെങ്കിൽ കൺസ്യൂമർക്ക് കൊടുക്കാം. സാറേ ഇദ്ദേഹം ഒന്ന് പറയട്ടെ, ഈ ഇന്നലത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് എന്ത് മീറ്റിംഗ് ആയിരുന്നു? ഇത് KSEB നടത്തിയതാണോ? ഹലോ, അല്ല, ഏതെങ്കിലും മീറ്റിംഗ് വെച്ചിട്ട് ആരെങ്കിലും പറയുന്നതിന് നമുക്കൊരു ഉത്തരവാദിത്വമില്ല. അതേ ഉള്ളൂ ഞാൻ പറയുന്നത്. നമ്മള് ഡ്രാഫ്റ്റ് ആണ് ഇവിടെ വായിച്ചിരിക്കുന്നത്. ആ ഡ്രാഫ്റ്റിന്റെ അകത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതെ, അതേ ഉള്ളൂ. അതായത് സാധാരണ അതെ, അല്ലല്ല, അത് വരാൻ പോണു എന്നാണ് പറയണത്. ബിഹൈൻഡ് മീറ്റർ എന്ന് പറഞ്ഞാൽ അത് സോളാർ വെച്ചാലും ഇല്ലെങ്കിലും ബിഹൈൻഡ് മീറ്റർ വേണം എന്ന് പറഞ്ഞു. ഒരു സോളാർ ക്ലബ്ബ് മീറ്റിംഗിലാണ് ഉണ്ടായത്. അതല്ലേ പറഞ്ഞ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ഉത്തരവാദിത്വം ഇല്ല. ഞാനത് പറയുന്നത് നിങ്ങൾക്ക് അത് വരാൻ പോകുന്നാ പറയണത്. അത് വരാൻ പോകുന്നു പറഞ്ഞാല് അങ്ങനെ വരാൻ പോകുന്നുള്ള ഡ്രാഫ്റ്റ് റെഗുലേഷൻ ആയിട്ട് ഡിസ്കഷനിലേക്ക് വരുന്നത്. അതിനപ്പുറത്തേക്ക് എന്താ വരാൻ പോകുന്നത്? റെഗുലേറ്ററി കമ്മീഷൻ ഡ്രാഫ്റ്റ് ഡിസ്കഷനിൽ അപ്പുറത്തേക്ക് എന്തെങ്കിലും വരുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? അല്ലെങ്കിൽ അല്ല, അത് നാളത്തെ ചർച്ചയില് അത് നമുക്ക് പറയണം. അങ്ങനെ ഒരു ഉപാധി വരാൻ അങ്ങനെ ഒന്നും പാടില്ല എന്ന് KSEBയോട് മറ്റേ മീറ്റിംഗിൽ പറയണം എന്നാണ് പറഞ്ഞത്. അത് എത്രത്തോളം ശരിയാണ്? അങ്ങനെ ഡ്രാഫ്റ്റിലുണ്ടോ? അത് ഡ്രാഫ്റ്റിൽ ഇല്ല. അത് അല്ല പിന്നെ അവിടെ പറഞ്ഞിട്ട് കാര്യം. ഡ്രാഫ്റ്റ് കൊണ്ടാതെ അങ്ങനെ നിയമമാകുന്നത്. ഡ്രാഫ്റ്റിലുള്ള കാര്യങ്ങളെ നിയമമാകാൻ പറ്റുള്ളൂ. KSEB കൊണ്ടുവരാൻ പോകുന്നു. ശരിയാണോന്ന് അറിയില്ല. 3-4 മീറ്റർ വെച്ചു. നിങ്ങൾക്ക് കാര്യങ്ങളുടെ ധാരണയില്ല. KSEBക്ക് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. റെഗുലേറ്ററി കമ്മീഷനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. റെഗുലേറ്ററി കമ്മീഷനോട് KSEB പറയും, ഞങ്ങൾ ഇങ്ങനെ ഒരു ഇതും കൂടി വേണം. അത് സോളാർ വെച്ചാലും ഇല്ലെങ്കിലും ഓഫ് ഗ്രിഡ് സ്റ്റൈൽ ഹൈബ്രിഡ് ആയാലും അങ്ങനെ ഒന്ന് വേണം എന്ന് കേട്ടു. അത് ശരിയാണെന്ന് അറിയില്ല. ഞാൻ ഇപ്പോഴത്തെ ഡ്രാഫ്റ്റിനകത്ത് അങ്ങനെ ഉണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇപ്പോഴത്തെ ഡ്രാഫ്റ്റിനകത്ത് അങ്ങനെ ഉണ്ടോ? സംശയമുണ്ടോ ആർക്കെങ്കിലും? സാറേ ഞാൻ ഇടുവാണേ. സാറേ റെഗുലേഷൻ 9.3 പറയുന്നുണ്ട് ഓഫ് ഗ്രിഡുകാർക്ക് ബിഹൈൻഡ് ദ മീറ്റർ ഇത് വേണ്ട എന്ന് തന്നെ പറയുന്നുണ്ട്. റെഗുലേഷൻ 9.3. അതന്നെയാണ് ഞാൻ പറഞ്ഞത്. അതന്നെയാണ് നമ്മൾ ഇതിനകത്ത് ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ ഡ്രാഫ്റ്റിനകത്ത് ഇല്ലാത്തൊരു പ്രൊവിഷൻ നിയമമാക്കാൻ പറ്റില്ല. അതാദ്യമേ നമ്മൾ വിചാരിക്കണം. നമ്മളൊരു ആ ഡ്രാഫ്റ്റിനകത്ത് ഇല്ലാത്തൊരു കാര്യം അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ് പണ്ട് ഹൈക്കോടതി ക്യാൻസൽ ചെയ്ത് വീണ്ടും ഡ്രാഫ്റ്റ് ഉണ്ടാക്കി പബ്ലിഷ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഈ കൺവേർട്ട് വന്നതാണ് പല കാര്യങ്ങളും. ഇതിന് മുൻപ് വന്നിട്ടുണ്ടോ? അതുകൊണ്ട് ഈ ഡ്രാഫ്റ്റിൽ ഇല്ലാത്തൊരു കാര്യം അവർക്ക് നിയമമാക്കാൻ പറ്റില്ല. അത് ഫസ്റ്റ് ഞാൻ പറയും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ KSEB എന്ത് പറയുന്നില്ല. നമ്മളിപ്പോ ഈ ഡ്രാഫ്റ്റിനെ കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്യാൻ മതി. ഈ ഡ്രാഫ്റ്റിൽ ഉണ്ടാകുന്ന പ്രൊവിഷന്റെ കോൺസിക്വൻസസ്. അതിന് ഇനി നാളെ എന്തെങ്കിലും വരുമോ എന്ന് നമുക്കറിയില്ല. അത് വരുമോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരണമെങ്കിൽ തന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി ആക്ട് ഉണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസി ഉണ്ട്, അതുപോലെ തന്നെ RE പോളിസികളുണ്ട്, അങ്ങനെ ടെക്നോളജികളുണ്ട്. ഇതെല്ലാം ഇല്ലാതെ ഒരു സുപ്രഭാതത്തിലെ ആർക്കും അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. ഇലക്ട്രിസിറ്റി റൈറ്റ് ഓഫ് ദി കൺസ്യൂമർ ഉണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗൈഡൻസ് ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഒരു സാധനം KSEB പറഞ്ഞു എന്നും പറഞ്ഞ് ഇവിടെ ആർക്കും കൊണ്ടുവരണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട, KSEB ഒരു ലൈസൻസി മാത്രം, ഒരു കമ്പനിയാണ്. അത് പ്രൈവറ്റ് കമ്പനിക്കും പബ്ലിക് സെക്ടർ കമ്പനിക്കും ഒരേ അധികാരമേ ഉള്ളൂ. പണ്ട് KSEB ബോർഡ്, ഇപ്പൊ പറഞ്ഞ കുഴപ്പമില്ലാത്ത ഇവിടെ എല്ലാവരും ഇപ്പോഴും KSEB ബോർഡിന്റെ കാലത്തെ ബോർഡാണ് ഇപ്പോഴും വിചാരിക്കുന്നത്. അന്നത്തെ ബോർഡ് ഉത്തരവ് എന്ന് പറഞ്ഞാൽ നിയമമാണ്. ഇപ്പോഴത്തെ ബോർഡ് ഉത്തരവ് പറഞ്ഞാൽ കമ്പനിയുടെ സർക്കുലേഷനാണ്. കമ്പനിക്ക് മാത്രമേ കമ്പനിക്കും അതിന്റെ എംപ്ലോയീസിനും മാത്രമേ അത് ബാധകമുള്ളൂ. പബ്ലിക്കിന് ബാധകമില്ല. പബ്ലിക്കിന് ബാധകമാണെങ്കിൽ റെഗുലേറ്ററി കമ്മീഷൻ റെഗുലേഷൻ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്ന റെഗുലേഷന്റെ ഡ്രാഫ്റ്റ് ആണിത്. ഈ റെഗുലേഷനെ പറഞ്ഞിരിക്കുന്ന ഡ്രാഫ്റ്റിന് ബിയോണ്ട് ആയിട്ട് നിയമം ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അതിനകത്ത് ആ പ്രൊസീജിയറിന്റെ അതായത് പറഞ്ഞ റൂൾ ഓഫ് ബിസിനസ്സും പ്രൊസീജിയറുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യമേ അവർക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് ഇല്ലാത്തൊരു കാര്യം ഇവർക്ക് നാളെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ഇതിനകത്ത് ഈ ഡ്രാഫ്റ്റിനകത്ത് പറഞ്ഞതനുസരിച്ചുള്ള ഡിസ്കഷൻ മതി. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കഷൻ തീരത്തില്ല. കാരണം വെച്ചാൽ ആർക്കും എന്തും പറയാം. അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ പറയുന്ന ബാക്കിലിരിക്കുന്ന ആൾക്കാർക്കോ അവരുടെ മനസ്സിൽ തോന്നുന്നോ തെറ്റായി ധാരണകൾ ഉള്ള ആൾക്കാർക്കോ കാര്യങ്ങൾ മനസ്സിലാകാത്ത ആൾക്കാർക്കോ ഒക്കെ പറയുന്ന കാര്യങ്ങളുടെ പറയാൻ നമ്മൾ ഡിസ്കഷൻ പോയി കഴിഞ്ഞാൽ ഡിസ്കഷൻ ചെയ്യും. ഓക്കെ, താങ്ക് യു സാറേ. ഇതിനിടയ്ക്ക് ഞാനൊരു പോയിന്റ് ഒന്ന് ആഡ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്. നമ്മൾ ഈ
KDSPC എന്ന് പറയുന്നത് മജോറിറ്റിയും പ്രൊസ്യൂമേഴ്സ് ആണ്. ഇതിനകത്തുള്ള എല്ലാം പ്രൊസ്യൂമേഴ്സ് ആണ്. അതിൽ പ്രൊസ്യൂമേഴ്സ് ആയിട്ടുള്ള ഇൻസ്റ്റാളേഴ്സും ഉണ്ട്. എന്നാലും അവരുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയുകയാണ്, ഇപ്പോൾ ഇൻസ്റ്റാളേഴ്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ ബിസിനസ് വളരെ ഡള്ളാണ്. നമുക്ക് പുറത്ത് ഫേസ്ബുക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണാജനകമായിട്ട് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ട് വർക്ക് ക്യാൻവാസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മിസ്റ്റർ പരമേശ്വരൻ പറഞ്ഞത് അദ്ദേഹം പറയുന്നതായിട്ടല്ല, ഈ നടന്ന ചർച്ചയിൽ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം നമ്മൾ അങ്ങനെ ഒരു ചർച്ചകൾക്കോ ഡ്രാഫ്റ്റിന് വിരുദ്ധമായിട്ട് ഒന്നും നമ്മൾ പറയുന്നില്ല. അതാണ് KDSPC. അപ്പോൾ വർക്ക് ക്യാൻവാസ് ചെയ്യുന്ന തരത്തിൽ മനുഷ്യർക്ക് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സ്ഥാപിക്കുന്നവർക്ക് അല്ലെങ്കിൽ സാധാരണ കൺസ്യൂമേഴ്സിന് തെറ്റിദ്ധാരണ വരത്തക്കവണ്ണം ഒരു തരത്തിലും ഒരു മെസ്സേജ് ആരും എങ്ങും വിടരുത്. അത് തെറ്റാണ്. അഥവാ ഈ ഡ്രാഫ്റ്റിന് ഇപ്പൊ ജോർജ് സാർ പറഞ്ഞ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുതിയ ഡ്രാഫ്റ്റായിട്ട് ഇറങ്ങിയിട്ടേ പറ്റത്തുള്ളൂ. എന്നിട്ട് മിസ്റ്റർ അജോയ് സംസാരിക്കാം. സാർ, എനിക്ക് 2 പോയിന്റ് റേസ് ചെയ്യാനാണ്. അതിൻ്റെ അകത്ത് ഒന്ന്, നമ്പർ 1, ഈ ക്രാഫ്റ്റിനെ കുറിച്ച് ആദ്യമായിട്ട് സംസാരിച്ചപ്പോൾ CP ജോർജ് സാർ പറഞ്ഞൊരു ഡെഫിനേഷൻ ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് റിന്യൂവബിൾ എനർജി സാധാരണ നമ്മളെപ്പോലുള്ള പ്രൊസ്യൂമേഴ്സിന് വേണ്ടി റിന്യൂവബിൾ എനർജി എന്ന് പറയുമ്പോൾ സോളാർ, വിൻഡ്, പിന്നെ ഹൈഡ്രോ എല്ലാം ഉണ്ട്. പക്ഷെ KSEBിയുടെ ഡെഫിനിഷനിൽ വരുന്നപ്പോൾ ഈ റിന്യൂവബിൾ എനർജി RE എന്ന് പറഞ്ഞാൽ സോളാർ മാത്രമായിട്ട് അങ്ങ് ചുരുങ്ങി. മറ്റുള്ള സംവിധാനങ്ങളൊന്നും നമുക്ക് ഇൻസ്റ്റോൾ ചെയ്യാനുള്ള അവകാശമില്ല. ഈ ഒരു പോയിന്റ് നമ്മൾ അതിൻ്റെ അകത്ത് റേസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ആപ്റ്റലിന് അപ്പീൽ കൊടുക്കുമ്പോൾ ഈ ഒരു പോയിന്റ് റേസ് ചെയ്യണം. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, ഈ KSEB നമുക്ക് ഇൻട്രപ്ഷൻ, അതായത് ലൈനിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ഇൻട്രപ്ഷന് സമയം തരും. അതായത് 9 മണി മുതൽ 5:30 വരെ. ഇത് നമ്മുടെ സൺ അപ്പ് ടൈമിലാണ് ഇത് വരുന്നത്. ഈ ഇൻട്രപ്ഷൻ ഇത് KSEBിയുടെ പ്രശ്നമാണ്. പക്ഷെ നമ്മളെപ്പോലുള്ള പ്രൊസ്യൂമേഴ്സിന് അന്ന് ഏത് സമയത്താണ് ഈ പവർ ഇൻട്രപ്ഷൻ നടക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ അതിനനുസരിച്ചുള്ള കോമ്പൻസേഷൻ ഇതിൻ്റെ അകത്ത് ഡ്രാഫ്റ്റിൻ്റെ അകത്ത് ഇവർ കൊന്നിട്ടില്ല. ഈ 2 പോയിന്റ് റേസ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. അല്ല, അത് പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ ഇവർ ഈ ആറിയാൻ അഡ്മിറ്റിനകത്ത് മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാ സ്മോളിനും, അതായത് ഇപ്പം വിൻഡ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഡൊമസ്റ്റിക് വെക്കാൻ പറ്റുന്ന വിൻഡിന്റെ ചെറിയ ചെറിയ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, ഞാൻ ഈയിടയ്ക്ക് ഞാൻ പറഞ്ഞ ഒരാളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരു ഇപ്പൊ ഇറങ്ങുന്നുണ്ട് ഒരു KWന്റെ 2 KWന്റെ ഒക്കെ വിൻഡ് നമ്മള് വെക്കാന്ന് പറ്റുന്ന, അതും ശരിക്കും പറഞ്ഞാൽ എന്റെ കൂടുതൽ ഇത് ചെയ്യണം. അത് പക്ഷെ അതിന് റെഗുലേറ്ററി കമ്മീഷന് അതിനൊരു പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. പലപ്പോഴും അതൊന്നും ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഡ്രാഫ്റ്റിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാത്തൊരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ അത് പുതിയ ഡ്രാഫ്റ്റിലേക്ക് അത് അമെന്റ്മെന്റ് കൊണ്ടുവരണം, എന്തെങ്കിലും അല്ലെങ്കിൽ ഫർദർ എന്തെങ്കിലും ആയിക്കോട്ടെ. അത് പറഞ്ഞത് ഈ അജയ് പറഞ്ഞത് വളരെ വാലിഡ് പോയിന്റ് ആണ്. ഒന്നാമത്തെ അത് ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമല്ല, പ്രത്യേകിച്ചും ഇപ്പം വിൻഡ് ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഇപ്പോഴത്തെ ഇതിനകത്ത് പെടുത്താത്തത് കൊണ്ട് അതിൽ പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ വീണ്ടും അത് കൊണ്ടുവരേണ്ടി വരും. അതിപ്പോ നടക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ പക്ഷെ ഇത് പോയിന്റ് റേസ് ചെയ്യുന്നത് തെറ്റൊന്നുമില്ല. പോയിന്റ് റേസ് ചെയ്യുന്ന അത് ഫ്യൂച്ചറിലാണെങ്കിലും കൊണ്ടുവരാം, കുഴപ്പമൊന്നുമില്ല. പോയിന്റ് റേസ് ചെയ്യാം, അത് നല്ലൊരു പോയിന്റ് തന്നെയാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടാമത് പറഞ്ഞ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ഇൻട്രപ്ഷൻ. ആ ഇൻട്രപ്ഷന്റെ കാര്യം വരുമ്പോഴേ ഇതിപ്പോ ഓൾറെഡി തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ഉണ്ട്. KSEBിയുടെ പബ്ലിഷ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് നമ്മുടെ ഇലക്ട്രിസിറ്റി റൈറ്റ് ഓഫ് ദി കൺസ്യൂമറിന്റെ അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇതാണ്. അത് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അതിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം. അതിനകത്ത് ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ല, ഈ ഇലക്ട്രിസിറ്റി റൈറ്റ് ഓഫ് ദി കൺസ്യൂമർ വന്ന ശേഷം പ്രൊസ്യൂമേഴ്സിന്റെ റൈറ്റും ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസിനെ റിവൈസ് ചെയ്യേണ്ട കാലഘട്ടം കഴിഞ്ഞു. ഇതും നമുക്ക് ആവശ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അന്ന് ഇതിനെ റിവൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ റിവൈസ് ചെയ്യണമെന്ന് പറഞ്ഞാണ് അന്ന് ഈ KSEB പഴയ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസിന്റെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഒരു പ്രൊസീജിയർ കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അന്നത്തെ ഇതിന് മുമ്പ് ഇരുന്ന റെഗുലേറ്ററി കമ്മീഷന്റെ ചെയർമാൻ അന്ന് നിങ്ങളെ ഈ ഇലക്ട്രിസിറ്റി റൈറ്റ് ഓഫ് ദി കൺസ്യൂമർ വന്നതുകൊണ്ട് അതിന്റെ കാര്യം കൂടെ വെച്ചുകൊണ്ട് ഇത് റിവൈസ് ചെയ്തിട്ട് മാത്രം കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ ഇതുവരെ അതിപ്പം കൊല്ലം പോയിട്ടാണെന്നോ 2 or 3 കഴിഞ്ഞു. ഇതുവരെ അത് റിവിഷനും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. ഈ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് അനുസരിച്ച് നമുക്കറിയാം അതിനകത്ത് ഒരു വർഷം 98% കൂടുതൽ ഇലക്ട്രിസിറ്റി അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം. റൂറൽ ഏരിയ ആയാലും അർബൻ ഏരിയ ആണെങ്കിൽ 98.5 തോന്നുന്നു. ഏതൊക്കെയാലും അതൊന്ന്. പിന്നെ ഇന്ററപ്ഷന്റെ കാര്യങ്ങൾ വരുമ്പോഴും ഇതിനൊക്കെ കോമ്പൻസേഷൻ തരാനുള്ള പ്രൊവിഷൻ ഇപ്പം തന്നെ ഉണ്ട്. അതിന്റെ എണ്ണം കൂട്ടിയാൽ മതി. അതിന്റെ ക്വാണ്ടിറ്റി ഇപ്പം തന്നെ അതിനകത്ത് നോമിനൽ ആയിട്ടുള്ള എമൗണ്ട് ഉണ്ട്, പക്ഷെ അത് കൂട്ടിയാൽ മതി. ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ആവശ്യപ്പെടാവുന്ന കാര്യം തന്നെയാണ്.
ഇതിനകത്തും വേണം, അതോടൊപ്പം തന്നെ സ്റ്റാൻഡേർഡ് പെർഫോമൻസിനകത്ത് അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണം. അതുകൊണ്ട് വേണം, ഇത് ആവശ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അത് നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ആ ഒരു കാര്യം ഇതിനകത്ത് വേണം എന്നുള്ളത്. സ്റ്റാൻഡേർഡ് പെർഫോമൻസിനകത്ത് സാർ ഈ ഒരു പോയിന്റ് നമ്മുടെ ആപ്റ്റിൽ കൊടുക്കുന്ന ഇതുണ്ടല്ലോ, ആപ്റ്റിലോട്ട് കൊടുക്കുന്ന അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ ഈ രണ്ട് പോയിന്റ്? പറ്റത്തില്ല. അത് വേറെ കേസാണ്, വേറെ കേസാണ്. ഓക്കെ സർ. അപ്പോൾ ഇവിടെ ഇപ്പോൾ അജോയ് സംസാരിച്ചത് നമ്മുടെ ഈ ഡ്രാഫ്റ്റിന്റെ അകത്ത് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്ന സോളാറിന്റെ കാര്യം മാത്രമാണ്. റീന്യൂവബിൾ എനർജി എന്ന് പറയുന്ന സോളാർ മാത്രമല്ല, വിൻഡ് ഉണ്ട്. അങ്ങനെ ആ ഒരു സോളാർ അല്ലാതുള്ള കാറ്റഗറിയെ പറ്റി കൂടുതൽ പറയുന്നില്ല. അപ്പോൾ നമ്മളത് തരുന്ന ഈ ഹിയറിംഗിൽ പ്രത്യേകിച്ച് എടുത്തു പറയണം. അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ചിലയിടത്ത് ഞാനിപ്പോ വളരെ അപൂർവമായിട്ട് ചില ആൾക്കാർ ഹൈഡ്രോയും വെച്ചിട്ടുണ്ട് സ്വന്തം പറമ്പിൽ കൂടെ. ഈ പറഞ്ഞ ഇടുക്കി അവിടെയുള്ള 1-2 ആൾക്കാരൊക്കെ എനിക്കറിയാം. പലപ്പോഴും അവർക്ക് ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവര് ചെറിയ 5 KWന്റെ 5 KWന്റെ 50 KWന്റെ ഒക്കെ അല്ലെങ്കിൽ ചെറിയ മെഷീനുകൾ വെച്ചിട്ടുണ്ട്. ഹൈഡ്രോയും വെച്ച ആൾക്കാരുണ്ട്. അവരൊക്കെ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. കാരണം വെച്ചാൽ അതിനകത്ത് ഈ റെഗുലേഷൻ ഇൻകോർപ്പറേറ്റ് ചെയ്യാത്തതുകൊണ്ട് അവർക്കും ഇത് വീട്ടിലേക്ക് ഇൻജെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് പോയി KSEB സമ്മതിച്ച് എഗ്രിമെന്റ് വെച്ചാലേ പറ്റുള്ളൂ. അത് ആ ഒരു വിഷയം ശരിക്കും ലൈവാണ് ഉള്ളത്. കമ്മീഷൻ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അതിന് ചോദിക്കാനും പറയാനും ആളില്ലല്ലോ. അതൊന്നും വളരെ കുറച്ച് പേരേ ഉള്ളൂ. കാരണം ഇതിനൊക്കെ ഇപ്പൊ സോളാർ ഇപ്പൊ കൂടുതൽ ആൾക്കാരുണ്ട്. ഇപ്പൊ 10 വലിയ കമ്മ്യൂണിറ്റി ഉണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ അത് ഒരാൾ തന്നെ എന്നാ ചെയ്യാനാണ്? അതാണ് ഇന്നത്തെ പ്രശ്നം. ഒരു പോയിന്റ് കൂടെ, ഈ ഒരു ഡ്രാഫ്റ്റ് ഒരു പുരോഗമന ചിന്താഗതിയോട് ഉണ്ടാക്കിയതല്ല. ആ ഒരു പോയിന്റ് കൂടെ റേസ് ചെയ്യണം. ഇത് നമ്മളെല്ലാരും ലോകം മുന്നോട്ടാ പോകുന്നത്, KSEBയും KERC എല്ലാം പുറകോട്ടാ പോകുന്നത്. ആ ഒരു പോയിന്റ് വളരെ വ്യക്തമായിട്ട് നമ്മൾ കാരണം ഞാൻ ഈ പോയിന്റ് റേസ് ചെയ്യാൻ കാരണം, നമുക്ക് ഈ ഒരു വിൻഡ് ടർബൈൻ അല്ലെങ്കിൽ ഈ സംവിധാനം നമുക്ക് പ്രൊസ്യൂമർ ഉണ്ടാക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കുറെ ഇഷ്യൂസ് സോൾവ് ചെയ്യാം KSEBയുടെ. പക്ഷെ അതിന് അവർക്ക് സോൾവ് ചെയ്യാനുള്ള മനസ്സില്ല. വളരെ ശരിയാണ് ഈ പറഞ്ഞ. അതായത് ഈ വിൻഡ് ടർബൈൻ വിൽക്കുന്ന ആള്, ഞാൻ പറഞ്ഞ 2 KW വിൻഡ് ടർബൈൻ ബാംഗ്ലൂരാണ് പുള്ളി. മറ്റുള്ള സ്റ്റേറ്റുകളിലെല്ലാം ഇത് ഇഷ്ടം പോലെ വിൽക്കുന്നുണ്ട്. അവരിപ്പോ കേരളത്തില് അതെ തമിഴ്നാട് കർണാടകയിലൊക്കെ വിൻഡിന് അവര് അതേ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഇദ്ദേഹം പറഞ്ഞ കണക്കാണെങ്കിൽ കേരളത്തില് നമ്മുടെ കോസ്റ്റൽ ഏരിയയിൽ എവിടെ വേണേലും ഒരു 5 കിലോമീറ്റർ ആണോ 10 കിലോമീറ്റർ, ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. ആ കിലോമീറ്ററിൽ എല്ലായിടത്തും 2 KW 3 KW 2 KW അവരുടെ റെഡിമെയ്ഡ് ഉള്ളത്. അപ്പൊ ആ ഒരു മാനുഫാക്ചർ അവര് മറ്റുള്ള ഇന്ത്യക്ക് വെളിയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞ ഇതാണ്, 2 KW ഈ പറഞ്ഞ ഏരിയയിൽ എല്ലാം ഇത് ഫീസിബിൾ ആണ് കേരളത്തിൽ. 2 കിലോമീറ്റർ 5 കിലോമീറ്റർ ഉള്ളിലാണ്. 5 കിലോമീറ്റർ ആണ് പർട്ടിക്കുലർ, അതോ 10 കിലോമീറ്റർ, ഞാൻ ശരിക്കും ഓർക്കുന്നില്ല കിലോമീറ്റർ. അത് കേരളത്തിൽ ഈ കോസ്റ്റൽ ഏരിയയുടെ എല്ലായിടത്തും അത് വയബിൾ ആണ്. അത് വെക്കുവാണെങ്കിൽ നല്ലതാണ്. പറഞ്ഞ പീക്കിന്റെ വിഷയവും അത് ഒത്തിരി അത് നമ്മൾ പീക്കാണുള്ള രാത്രിയിലാണല്ലോ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നം പറയുന്നത് സോളാറിന്റെ. അപ്പൊ സോളാറുമായിട്ട് അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകാൻ വളരെ സാധ്യതയുള്ള, വളരെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കാര്യമാണ്. താങ്ക് യു. പിന്നെ അപ്പൊ അടുത്തത് ബെൻസൺ സംസാരിക്കോ? ബെൻസൺ, ഈ സംശയമുള്ളത് അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് താല്പര്യമുള്ളവർ ഹാൻഡ് റൈസ് ചെയ്യണേ. നിങ്ങൾ മിണ്ടാതിരുന്ന് നമ്മുടെ ചർച്ച മുമ്പോട്ട് പോകത്തില്ല. നിങ്ങൾ ആ ഒരു ബട്ടൺ, ഒരു കൈയിന്റെ അടയാളം ഉണ്ടല്ലോ നമ്മുടെ ആ മൊബൈലിലോ ലാപ്ടോപ്പിലോ നോക്കിയാൽ മതി. ആ കൈ പ്രസ് ചെയ്താൽ മതി. കേൾക്കാമോ? കേൾക്കാം. സംസാരിച്ചോളൂ. സാറേ, ആ ബിഹൈൻഡ് ദ മീറ്റർ സമാധാനത്തിന്റെ കാര്യത്തെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അതിനകത്ത് ആ റെഗുലേഷനിൽ പറയുന്ന 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, pure off-grid system will be expected from this energy, I mean generation meter requirement. But any off-grid system connected in parallel with എന്നാ പറഞ്ഞിരിക്കുക. Any system, any renewable energy system connected in parallel with. ആ വേർഡാണ് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. പ്യുവർ ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? നമ്മുടെ പെർമിസിൽ KSEBയുടെ കണക്ഷൻ ഇല്ലാത്തതാ. അല്ല, പ്യുവർ ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാല് അത് വർക്ക് ചെയ്യാനായിട്ട് KSEB സപ്ലൈ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ബിഹൈൻഡ് ദ മീറ്ററിന് KSEB സപ്ലൈ ഉണ്ട്. അല്ല, അവര് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ എനി സിസ്റ്റം കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് KSEB സപ്ലൈ എന്നാ പറഞ്ഞത്. ആ ഇൻ പാരലൽ എങ്ങനെയാ? അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ വെച്ചിട്ട് ആ ഗ്രിഡിന്റെ കണക്ടിവിറ്റി അവർ ആ സിസ്റ്റത്തിലേക്ക് ബാക്കപ്പിന് വേണ്ടി കൊടുത്താൽ, അതായത് ബാറ്ററി ഇല്ല, സോളാർ ഇല്ല എന്ന അവസ്ഥയിൽ ബാക്കപ്പിൽ ബൈപ്പാസ് ചെയ്യണം എന്ന് വന്നാൽ അവർക്ക് എന്ത് പറയാം? അതാണ് ഞാൻ പറഞ്ഞത്. അതല്ല അത് നമുക്ക് വേണമെങ്കിൽ ക്ലാരിറ്റി ഉണ്ടാക്കേണ്ട രീതിയിൽ വേണമെങ്കിൽ അത് വേണമെങ്കിൽ മോഡിഫൈ ചെയ്താൽ മതി. ബേസിക്കലി
നമ്മൾക്കറിയാം ഓഫ് ഇൻ സിങ്ക്രണൈസേഷൻ വിത്ത് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. എക്സാക്ട് ആ വേർഡിങ്ങിന്റെ പ്രശ്നമാണ്. നമ്മുടെ KSEBക്ക് എങ്ങനെ വേണമെങ്കിലും അത് അതായത് അത് നമുക്ക് നമ്മൾ ഈ ഫിക്സഡ് ചാർജിന്റെ കാര്യം കൺസംഷൻ എന്ന് പറഞ്ഞ ടോട്ടൽ കൺസംഷൻ ആക്കി അവര് അസ്യൂം ചെയ്ത ആൾക്കാരാ. അപ്പൊ ഈ വേർഡ് കറക്റ്റ് അല്ലെങ്കിൽ അവർക്ക് അസ്യൂം ചെയ്യാം, ഓക്കെ നിങ്ങൾ ഗ്രിഡ് അവിടെ കണക്ട് ചെയ്തിട്ട് ഇൻ പാരലൽ ആണ്, മീറ്റർ വെച്ച് ഞങ്ങൾക്ക് കാണണം എന്ന് പറയാം. ഇതാണ് പറഞ്ഞത്, നമ്പൂരിസാണ് പറഞ്ഞ അതാണെന്നാണ് എനിക്ക് തോന്നണേ. അല്ല, നമ്മൾ ഓഫ് ഗ്രിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് KSEBയുടെ സപ്ലൈയിൽ അല്ലാതെ തന്നെ നമ്മളുടെ ഓഫ് ഗ്രിഡില് ഡയറക്റ്റ് ആയിട്ട് ലോഡ് KSEBയുടെ സപ്ലൈ ഇല്ലാതെ തന്നെ കൊടുക്കുക ചെയ്യുന്നത്. ബേസിക്കലി നമ്മളെല്ലാം തന്നെ ഓഫ് ഗ്രിഡിനകത്ത് ബാറ്ററി വെച്ചിട്ട് ബാറ്ററിയിൽ നിന്ന് ഇൻവെർട്ടർ എടുത്ത് ഇൻവെർട്ടറിൽ കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു എക്സ്ക്ലൂസീവ് എമർജൻസി ലോഡ് കണക്ട് ചെയ്തുകൊണ്ട് KSEBയുടെ സപ്ലൈ ആയിട്ട് ഡിസ്കണക്ട് ചെയ്ത് നിർത്തിക്കൊണ്ടാണ് അതിനെ ചെയ്യുന്നത്. ബേസിക്കലി അത് അങ്ങനെ. അപ്പൊ KSEB ആ ഒരു സിസ്റ്റം അവർ എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് പ്യുവർ ഓഫ് ഗ്രിഡ്. പക്ഷെ പ്രശ്നം അവിടെ അല്ല, ഓഫ് ഗ്രിഡ് പലരും വെച്ചിരിക്കുന്ന ഈ പറയുന്ന രീതിയിൽ, അതായത് ബാക്കപ്പ് ബാറ്ററിയും സോളാറും ഇല്ലെങ്കിൽ ഗ്രിഡിലേക്ക് ചേഞ്ച് ഓവർ ആവാൻ വേണ്ടി ഉള്ളിൽ റിലേ സെറ്റിംഗ്സ് ഉള്ള ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറുകൾ ഉണ്ട്. അത് പ്യുവർ ഓഫ് ഗ്രിഡ് എന്ന് പറയാൻ പറ്റില്ല. അല്ലല്ല, അന്നേരമാണെങ്കിൽ അത് ഡിഫറെന്റ്, നമ്മൾ ഹൈബ്രിഡ് പോലെ വരും അന്നേരം അല്ലേ? അല്ല, ഹൈബ്രിഡ് പോലെയല്ല, ബൈപ്പാസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഗ്രിഡിന് അല്ലല്ല, അതൊരു റിലേ സിസ്റ്റം മാത്രമല്ലേ ഉള്ളൂ അവിടെ റിലേ സിസ്റ്റം മാത്രമേ. അതെ, ഹൈബ്രിഡ് ഇൻവെർട്ടർ സിങ്ക്രോണൈസ് ചെയ്താ വർക്ക് ചെയ്യണേ. ഹൈബ്രിഡ് ഇൻവെർട്ടർ സിങ്ക്രോണൈസ് ചെയ്താ വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. അതായത് നമ്മൾ ഹൈബ്രിഡ് വെക്കുമ്പോൾ ബാക്കപ്പ് ഒരു ബാറ്ററി വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനൊരു മീറ്റർ വെക്കുക, KSEBക്ക് ഒരു റീഡിംഗ് എടുക്കണം എന്ന് പറഞ്ഞതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹൈബ്രിഡ് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി വെച്ചിട്ട് അതിൽ നിന്ന് KSEBക്ക് ഒരു റീഡിംഗ് കിട്ടണം എന്നാണ് ഇപ്പൊ മറ്റേ സാറ് പറഞ്ഞതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ഡിഫറെന്റ് ആയിട്ട് അല്ലല്ല, ഇത് കൺഫ്യൂസ് ചെയ്യരുത്. ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. ഓഫ് ഗ്രിഡിന്റെ വർക്ക് ചെയ്യാനായിട്ട് KSEBയുടെ സിഗ്നൽ ആവശ്യമില്ല, ഒരു സിഗ്നലും ആവശ്യമില്ല. അത് വോൾട്ടേജ് ഇൻവെർട്ടറാണ്. അതായത് കറണ്ട് സോഴ്സ് അല്ല, വോൾട്ടേജ് ഇൻവെർട്ടറാണ്. അതായത് അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യും ഓഫ് ഗ്രിഡ്. മറ്റേ ഹൈബ്രിഡ് KSEBയുടെ കറണ്ട് പോയാൽ ഹൈബ്രിഡ് വരട്ടെ. ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് സിസ്റ്റമാണ്. ഹൈബ്രിഡ് അങ്ങനെ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, വേറെ സിസ്റ്റമാണ്. അത് ബാറ്ററി വെച്ചിട്ടുള്ള സിസ്റ്റമാണ് ഹൈബ്രിഡ്. ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത് അതിന് KSEB മീറ്റർ വെക്കണം എന്നാണ് മനസ്സിലാക്കിയത്. അതാണ് ഞാൻ ചോദിച്ചത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലല്ല, അത് ഞാൻ പറയാം, അന്ന് കൺഫ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. കൺഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത് ഓഫ് ഗ്രിഡ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേഞ്ച് ഓവർ എക്സ്ക്ലൂസീവ് ആയിട്ട് അതിലേക്ക് സപ്ലൈ പോകുന്നത് KSEBയുടെ എക്സ്ക്ലൂസീവ് ലോഡിൽ നിന്ന്, KSEB അല്ല, നമ്മളുടെ എക്സ്ക്ലൂസീവ് ലോഡ് അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാകും. അത് ശരിക്കും ആ എക്സ്ക്ലൂസീവ് ലോഡ് നോർമലി നെവർ കണക്റ്റഡ് ടു ദ KSEB സിസ്റ്റം. നോർമലി അത് ഒരിക്കലല്ല, നോർമലി ഇനിയിപ്പം നമ്മുടെ KSEBയുടെ സപ്ലൈ ഫെയിൽ ആയാലും ഫെയിൽ ആയില്ലേലും അത് ഓഫ് ഗ്രിഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ പറയുന്ന ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മള് ബിഹൈൻഡ് ദ മീറ്റർ എന്ന് പറയുന്ന അവിടുത്തെ ഗ്രിഡ് അത് വർക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്രിഡ് ടൈഡ് ആണ്. അത് ബേസിക്കലി ബിഹൈൻഡ് ദ മീറ്റർ ഗ്രിഡ് ടൈഡ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ കറണ്ട് സോഴ്സ് പോലെ തന്നെ നമ്മുടെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ വെച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിന്റെ അത് സെയിം ഇതാണ്. ആ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിനകത്ത് എക്സ്പോർട്ട് ഇല്ല. KSEBക്ക് അവിടെ നെറ്റ് മീറ്റർ വെക്കാതെ തന്നെ അവർക്ക് വേണമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാം, ആർക്ക് വേണമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാം. KSEBയോട് പറയാതെ തന്നെ അവർക്ക് സ്വന്തം വീട്ടില് ഇതില് ഒരു പ്ലാന്റ് ഒരു പാനല് വെച്ച് ആ പാനലിൽ നിന്ന് ഇൻവെർട്ടർ എടുത്ത് വെച്ചിട്ട് ആ ഇൻവെർട്ടറിൽ കൂടെ ഇങ്ങോട്ട് ഇപ്പം ചെയ്ത പോലെ കണക്ട് ചെയ്തിട്ട് അത് നോ എക്സ്പോർട്ട് ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് ഇഷ്ടം പോലെ. അങ്ങനെയുള്ള കേസ് നോ എക്സ്പോർട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ബിഹൈൻഡ് ദ മീറ്റർ എന്ന് പറയണേ എന്ന് പറഞ്ഞാൽ അവരുടെ KSEBയുടെ നെറ്റ് മീറ്ററിന്റെ അല്ലെങ്കിൽ KSEBയുടെ കൺസ്യൂമർ മീറ്ററിന്റെ ബിഹൈൻഡ് ആയിട്ട് ആണ് നമ്മുടെ സിസ്റ്റം ഉള്ളത്. പക്ഷെ അത് ഓൺ ഗ്രിഡ് ആണ്. അപ്പൊ അതിനെയാണ് ബിഹൈൻഡ് ദ മീറ്റർ എന്ന് ജനറലി ഡിഫൈൻ ഉദ്ദേശിക്കുന്നത്. അത് വേറെ രൂപത്തിലല്ല. പിന്നെ നിങ്ങൾ ഇപ്പം പറഞ്ഞ നമ്മുടെ ഹൈബ്രിഡ് എന്ന് പറയുന്നത് വേറൊരു ടെക്നോളജി തന്നെ. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടർ ടെക്നോളജിയാണ്. ആ ഇൻവെർട്ടർ എൻ്റെ ഡിഫറെന്റ് ആണ്. അപ്പൊ അത് ഇതുമായിട്ട് എല്ലാവരും മിക്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി കൺഫ്യൂസ് ചെയ്യുന്നു.
സാറേ ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാം സാറേ അതിൽ ഒരു പോയിന്റ്. നമ്മൾ വീട്ടിലൊരു ജനറേറ്റർ വെക്കുന്നതായിട്ട് ആലോചിക്കുക. ഈ ജനറേറ്റർ വെച്ച് കഴിഞ്ഞാൽ KSEB സപ്ലൈയുമായിട്ട് ജനറേറ്റർ സപ്ലൈക്ക് ഒരു ബന്ധവുമില്ല. അതൊരു ചേഞ്ച് ഓവർ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തുള്ളതാണ് ഓഫ് ഗ്രിഡ്. അത് ക്ലിയർ ആയി കാണുമല്ലോ. ഓഫ് ഗ്രിഡ് സപ്ലൈ KSEBയുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യുന്ന സംഭവം ഒന്നുമില്ല. അത് സെപ്പറേറ്റ് പാത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇനി ഓഫ് ഗ്രിഡ് ഇതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ KSEBയുടെ പെർമിഷൻ വേണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ സേഫ്റ്റി ചെക്ക് ചെയ്യണം. നിങ്ങൾ തോന്നിയതുപോലെ ചേഞ്ച് ഓവർ തോന്നിയതുപോലെ ചെയ്തിട്ട് സപ്ലൈ ലൈനിലേക്ക് കയറി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ സേഫ്റ്റി ആസ്പെക്റ്റിൽ അത് പെർമിഷൻ ചിലപ്പോൾ എടുക്കേണ്ടി വരും. അത് വേറെ കാര്യം. ഓഫ് ഗ്രിഡിന് അങ്ങനെ വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. സേഫ്റ്റി ആസ്പെക്റ്റിൽ നിങ്ങൾ ശരിയായിട്ട് ചെയ്തില്ല, അവിടെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ നാളെ അവിടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വന്ന് പരിശോധിക്കും, നിങ്ങൾ എന്തുകൊണ്ട് ഇത് അറിയിക്കാതെ വെച്ചു എന്നൊരു ചോദ്യം വരും. അപ്പൊ ഇതാണ് ജനറേറ്റർ. ഇതേ ജനറേറ്റർ നമ്മൾ KSEB ലൈനുമായിട്ട് സിങ്ക്രണൈസ് ചെയ്ത്, അതായത് മെയിൻ MSBയുടെ ബസ്സിൽ തന്നെ കണക്ട് ചെയ്യാം. അപ്പൊ അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ സിങ്ക്രണൈസ് ചെയ്യും. അതായത് ഈ ജനറേറ്റർ സപ്ലൈയും KSEB സപ്ലൈയും ഒരു സിങ്ക്രണൈസേഷൻ പാനലിലൂടെ വോൾട്ടേജും ഫ്രീക്വൻസിയും പിന്നെ ഒരു പാരാമീറ്ററും ഉണ്ടല്ലോ, അത് മൂന്നും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് എന്താ സാറേ വോൾട്ടേജ് ഫ്രീക്വൻസി പിന്നെന്താ അടുത്ത് ഫേസ് സീക്വൻസ്, ഇത് മൂന്നും കൂടെ ചെക്ക് ചെയ്തിട്ടാണ് സിങ്ക്രണൈസ് ചെയ്തിട്ടാണ് അവിടെ കണക്ട് ചെയ്യുന്നത്. അതായത് ആ ജനറേറ്റർ ഇൻ പാരലൽ വിത്ത് KSEB ആണ്. അതാണ് ഈ പറഞ്ഞ ബിഹൈൻഡ് ദ മീറ്റർ. അവിടെ ബിഹൈൻഡ് ദ മീറ്ററിന്റെ അകത്ത് എക്സ്പോർട്ട് 0 ആണ്. ഈ ജനറേറ്റർ എന്ന് പറയുന്ന പാരലായിട്ട് സിങ്ക്രണൈസ് ചെയ്യുന്ന ഈ ജനറേറ്ററിൽ നിന്ന് ഒരു കാരണവശാലും KSEB ലൈനിലേക്ക് സപ്ലൈ പോകരുത്. അതിനുവേണ്ടി അവിടെ ഒരു എന്താണ് റിവേഴ്സ് പവർ റിലേ വയ്ക്കും, RPR അത് വയ്ക്കും. അതേ സംവിധാനം ബിഹൈൻഡ് ദ മീറ്ററിലും വേണം. ഇതാണ് സംഭവം. ഇത് ദയവ് ചെയ്ത് പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. ഓഫ് ഗ്രിഡിലും ബിഹൈൻഡ് ദ മീറ്ററിലും ബാറ്ററി ഇല്ല. അത് വളരെ വ്യക്തമാണ്. ക്ലിയർ ആയി കാണുമെന്ന് വരുന്നു. അല്ല, ഒരു കാര്യം കൂടെ ഞാൻ സപ്ലിമെന്റ് ചെയ്തോളാം. പറഞ്ഞത് ഇപ്പം നേരത്തെ പറഞ്ഞത് ഈ സാറ് ഇപ്പം ജെയിംസ് കുട്ടിയാണ് പറഞ്ഞത് നമ്മള് സേഫ്റ്റി. നിങ്ങള് നിയമം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ വെച്ചിരിക്കുന്ന ഇൻവേർട്ടർ നമ്മുടെ ഓഫ് ഗ്രിഡ് മുഴുവൻ ലോഡും സ്കീമാറ്റിക് ഡയഗ്രാം ഒരു പർട്ടിക്കുലർ ലെവൽ വരെ KSEBയുടെ അപ്രൂവലും അതിന് മുകളിലേക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അപ്രൂവൽ വേണം. സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ. നിങ്ങൾ ഓഫ് ഗ്രിഡ് ആണെങ്കിലും ഓൺ ഗ്രിഡ് ആണെങ്കിലും ആ സ്കീമിന് അവിടെ ഇരിക്കുന്ന നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പ്രമിസിൽ ഇരിക്കുന്ന മുഴുവൻ എക്യുപ്മെന്റും ആ കണക്ട് ലോഡിനെ സംബന്ധിച്ച മുഴുവൻ എക്യുപ്മെന്റും നമുക്ക് സ്കീമാറ്റിക് ലെവലിന് അപ്രൂവൽ വേണം. അതാണ് നിയമം പറയുന്നത്. സിയുടെ സേഫ്റ്റി റെഗുലേഷൻ പറയുന്നതാണ്. അപ്പം അതിനകത്ത് നിങ്ങളുടെ ഓഫ് ഗ്രിഡ് ആണെങ്കിലും അപ്രൂവൽ വേണം, ഇപ്പോഴും വേണം. അതിന് വ്യത്യാസമൊന്നുമില്ല. അതിപ്പോ അവര് എന്തുകൊണ്ടാണ് നാളെ അവര് കൃത്യമായിട്ട് ഇത് ചെയ്യുവാണെങ്കിൽ അപ്രൂവൽ മേടിക്കേണ്ടി വരും. നിങ്ങൾ വെച്ചിരിക്കുന്ന അപ്പോഴാണ് ഇപ്പം പലപ്പോഴും നമ്മൾ പറയുന്ന കുറെ ആൾക്കാർ നമ്മൾ ഇൻവെർട്ടർ ചിലപ്പം ISA ഇല്ലാത്ത ഇൻവെർട്ടർ ഹോം മെയ്ഡ് ലോക്കൽ ടെക്നീഷ്യനെ കൊണ്ട് ചിലപ്പോൾ റീവെയർ ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകാൻ മേലാക്കൊന്നുമില്ല. ഓക്കെ, എന്തായാലും അത് നല്ലൊരു സംശയമായിരുന്നു. അത് നല്ല ക്ലിയർ ആയി കാണുമെന്നാണ് കരുതുന്നത്. ഇത്രയും സംസാരിച്ചതിൽ അടുത്ത മിസ്റ്റർ മണികണ്ഠൻ സംസാരിക്കുമോ? സംസാരിക്കാം മിസ്റ്റർ മണികണ്ഠൻ. ഇല്ലെങ്കിൽ മൊയ്തീൻ സാറ് സംസാരിക്കണം. രണ്ടുപേരിൽ ആരാ ആദ്യം സംസാരിക്കുന്നവർക്ക് സംസാരിക്കാം. മൊയ്തീൻ സാറേ, മൊയ്തീൻ കേൾക്കാമോ സംസാരിക്കും? കേൾക്കാം. എനിക്കൊരു സംശയം. ഇപ്പൊ ഈ റെഗുലേറ്ററി കമ്മീഷൻ ഇപ്പോ ഈ കരട് ഇത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതിപ്പോ നമുക്ക് ഓൺലൈൻ ഹിയറിംഗ് ഓൾറെഡി കഴിഞ്ഞ് ഇനി ഓഫ്ലൈൻ നടക്കാൻ പോകുന്നു പറയും. അപ്പൊ ഈ നമ്മളിപ്പോ ഓരോരുത്തരും നമ്മൾ റേസ് ചെയ്യുന്ന കൺസേൺ ഒക്കെ ഇവരത് എന്താ പറയാ, അത് കണക്കിലെടുക്കുന്നുണ്ടോ, അല്ല അത് ജസ്റ്റ് ഇതൊരു നെയിം സേക്കിന് വേണ്ടിയിട്ട് മാത്രം നടത്തുന്ന ഒരു പ്രഹസനമാണോ? അതിൽ നമുക്ക് വല്ല എന്താ പറയാ, നമുക്ക് വല്ല കൺട്രോളോ അല്ലെ നമുക്ക് അറിയാനുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? നമ്മുടെ കൺസേൺ ലെവൽ ഒരു മുഖവിലേക്ക് എടുക്കുന്നുണ്ട്, അത് പരിഗണിക്കുന്നുണ്ട്, അങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും അഷുറൻസ് എന്തെങ്കിലും കിട്ടുന്നോ? അങ്ങനെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? എനിക്ക് ഇതിനെ പറ്റി അറിയില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നമ്മുടെ ഇപ്പൊ ഫിക്സഡ് ചാർജിന്റെ ഒരു കേസ് നമ്മൾ അപ്പീൽ കൊടുത്ത് അറിയാമല്ലോ. ഇത് ആദ്യ കാലങ്ങളിൽ നടന്ന ഹിയറിംഗിലെല്ലാം പ്രസന്റ് ചെയ്ത കാര്യമാണ്. പക്ഷെ KSEB അത് ഗവൺമെന്റ് ആയിട്ട് എടുത്തിട്ടില്ല. അല്ല, റെഗുലേറ്ററി കമ്മീഷൻ ഗവൺമെന്റ് ആയിട്ട് എടുത്തില്ല. ആ സമയത്ത് എല്ലാം ഈ തെറ്റ് നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് അവസാനം നമ്മൾ ഹൈക്കോടതിയിൽ ചെന്നിട്ടാണ് അവിടുന്ന് ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷനിൽ ചെന്നതുകൊണ്ട് മാത്രമാണ് റെഗുലേറ്ററി കമ്മീഷൻ അത് എടുത്തത്. അടുത്ത വേറൊരു അപ്പീൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ APPCയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഒരനക്കവും ഇല്ല. അപേക്ഷ ഇപ്പൊ കൊടുത്തിട്ട് 1.5 മാസം കഴിഞ്ഞു, ഒരനക്കവും ഇല്ല.
എന്റെ പേഴ്സണലി എന്റെ അനുഭവം വെച്ച് ഇതൊരു പരിധിവരെ നല്ലൊരു പ്രഹസനമാണ്, ജനങ്ങളെ ബോധ്യപ്പെടുത്താം. അവർ എന്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നോ ആ സാധനം ഇനി പുറത്തു വരും. ഒരു അജണ്ട നടപ്പിലാക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ നമുക്ക് ഇതനുസരിച്ച് ഒരു നിയമ നടപടിക്ക് പോകണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറയാനുള്ള പോയിന്റ് നമ്മൾ പറയണം. പറഞ്ഞ മനസ്സിലായോ? നമുക്കൊരു ന്യായമുള്ള പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറയണം, അത് രേഖകളിൽ ഉണ്ടായിരിക്കണം. ഇത് ഞാൻ പറഞ്ഞതാണെന്ന് വ്യക്തമായിട്ട് അവരുടെ എവിഡൻസിൽ എന്തായാലും കാണും. നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളൂ, അവരുടെ എവിഡൻസിലുണ്ട്. കോടതി ചോദിച്ചാൽ അവർ കൊണ്ടിത് കാണിക്കണം. നമ്മുടെ ഇപ്പൊ തന്നെ ഒരു നമ്പറല്ലേ, ഒരു സീരിയൽ നമ്പർ, അതൊക്കെ തെളിവാണ്. അപ്പൊ നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയുക, അവര് ചെയ്യുമെന്ന് യാതൊരു വിശ്വാസവും വേണ്ട. ജോസ് സാറിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ സാറേ? അല്ല, ഈ കാര്യത്തിലേ നമ്മള് പറയുന്നത്, നമ്മള് റെഗുലേറ്ററി മെക്കാനിസം എന്ന് പറഞ്ഞത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെന്റ് ആണ്. ഇതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യേണ്ടത് അവർക്കൊരു ഫ്രെയിംവർക്ക് ഉണ്ട്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഉണ്ട്. അവരോട് വർക്ക് ഈ റെഗുലേറ്ററി കമ്മീഷൻ ഒരു ഫ്രെയിംവർക്കിലാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അവരോട് പറഞ്ഞിരിക്കുന്നത് റെഗുലേഷൻ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോഴും അവർ ഫോളോ ചെയ്യേണ്ട കുറെ ഫ്രെയിംവർക്കുകളുണ്ട്. അപ്പം അതിനകത്ത് രാജ്യത്തെ റെഗുലേറ്ററി ഫ്രെയിംവർക്കും റെഗുലേറ്ററി എൻവറോൺമെന്റും, ഇന്ത്യയിലെ റെഗുലേറ്ററി എൻവറോൺമെന്റ് കൺസിഡർ ചെയ്തുകൊണ്ട് വേണം അവർ ചെയ്യാനായിട്ട്. അവർക്ക് ഇഷ്ടം പോലെ നിയമം ഉണ്ടാക്കി ഇഷ്ടം പോലെ ചെയ്യാനായിട്ട് പറ്റുന്ന എന്താ പറയണേ, നമ്മളിവിടുത്തെ രാജാക്കന്മാരൊന്നുമല്ല അവര്. അവർക്കൊരു ഫ്രെയിംവർക്ക് ഉണ്ട്. അപ്പൊ ആ ഫ്രെയിംവർക്കിനകത്ത് നിന്നുകൊണ്ട് നമ്മൾക്ക് അഭിപ്രായം പറയാനും നമുക്ക് സജഷൻ കൊടുക്കാനും, അതിനുശേഷം അവർ ആ ഫ്രെയിംവർക്കിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന അഭിപ്രായം എടുക്കണം എന്നുകൊണ്ട് നമ്മളിവിടെ എല്ലാവരും കൂടെ പോയിട്ട് ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം അനുസരിച്ചല്ല അവർ തീരുമാനം എടുക്കുന്നത്. അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. അവർക്ക് കൊടുത്തിരിക്കുന്ന രാജ്യത്തെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് മാത്രമേ അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഉണ്ട്, രാജ്യത്തെ എൻവറോൺമെന്റിലെ റെഗുലേറ്ററി എൻവറോൺമെന്റ് ഉണ്ട്. അതിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് ഇലക്ട്രിസിറ്റി ആക്ടിൽ അവർക്ക് പറഞ്ഞിരിക്കുന്ന ഉത്തരവാദിത്വം നിന്നുകൊണ്ട് വേണം അവർ തീരുമാനം എടുക്കാൻ. അപ്പൊ അത് അങ്ങനെയാണെന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളെ അതിനു വേണ്ടിയിട്ടാണ് ഹിയറിംഗ് വെക്കുന്നത്. അപ്പം അതിനകത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പറയാനുള്ള അവകാശമുണ്ട്. ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൊടുക്കുന്ന അഭിപ്രായം അവര് പരിഗണിക്കാനും അത് ഇതിന്റെ ഇതാണെങ്കിൽ അവർ അത് കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. ഇനിയിപ്പോ ഇതിന് ശേഷം ഇത് അവർ കൺസിഡർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. അതിനുശേഷം നിയമം പുറത്തു വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ ഒരിക്കൽ ഈ കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്ത് നിയമവിരുദ്ധമായിട്ട് അവരൊന്നും കൺസിഡർ ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വിതിന്റെ ഫ്രെയിംവർക്കിനകത്തും ഇതിനകത്തും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അടുത്ത ലെവലിൽ പോയി ചോദ്യം ചെയ്യാം. അതിനാണ് ഇവിടെ രാജ്യത്തെ കോടതികളുള്ളത്. രാജ്യത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് ഉണ്ട്, അതിനകത്ത് അവിടെ പോയി ചോദിക്കാം. ഹൈക്കോടതി പോവാം, സുപ്രീം കോടതി പോവാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. അതാണ് അല്ലെങ്കിൽ അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ അവരുണ്ടാകുന്ന നിയമമാവും, അത്രേ ഉള്ളൂ. അപ്പൊ ജനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നിയമപരമായിട്ട് നിങ്ങൾക്ക് ഭരണഘടനാ പ്രകാരമായിട്ട് നിങ്ങൾക്ക് അവകാശമുള്ള കാര്യങ്ങൾ ഇവിടെ ഇതിനകത്ത് ഹനിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതി പോകാം. അങ്ങനെ നിങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടും നിങ്ങളുടെ ഇൻട്രസ്റ്റും രാജ്യത്തെ ഇൻട്രസ്റ്റും പോളിസികളും നയങ്ങളും എല്ലാം വിരുദ്ധമായിട്ട് ഇവർ നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾ അനുസരിക്കുന്ന നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതിനാണ് കോടതികളുള്ളത്. അപ്പൊ ആ കോടതി പോയി കഴിഞ്ഞാൽ അതിന് കോൺസിക്വൻസസ് ഉണ്ടാവും. അതാണ്, അങ്ങനെയാണ് ഇവരെ ഫ്രെയിംവർക്ക് ചെയ്യപ്പെടുന്നത്. അതാണ് ഇതിനകത്ത് ഉദ്ദേശവും അത് തന്നെയാണ്. താങ്ക് യു സാർ. അടുത്ത മൊയ്തീൻ സാർ സംസാരിക്കോ? കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ സാറേ. എനിക്കിപ്പോ ഇതിനകത്തുള്ള ഒരു സംശയം എന്താന്ന് പറയാം, നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾ പോസ്റ്റ് ചെയ്തിരുന്നത് ഇപ്പൊ ഒരു ടൈം ലിമിറ്റ് തന്നിരിക്കുകയാണ്, ഒരു 12 to 1 അല്ലെങ്കിൽ 10 to 11 അങ്ങനെ ഒരു ടൈം ലിമിറ്റ് തന്നിട്ട് ആ ഒരു ടൈം ലിമിറ്റിൽ മാത്രമേ ഉള്ളൂ ഒരാൾക്ക് അതിനകത്ത് പ്രവേശനം ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഈ 100 കണക്കിന് പേജുകളുള്ള ഒരു കരട് റിപ്പോർട്ടാണ്. അന്നേരം ഇതിനകത്ത് നിരവധി സംശയങ്ങൾ ഇപ്പൊ തന്നെ നമ്മൾ പല ദിവസങ്ങളിൽ ചർച്ച ചെയ്യുമ്പോഴും 100 കണക്കിന് സംശയങ്ങളാണ് വരുന്നത്. അന്നേരം എത്ര സംശയങ്ങൾ നമുക്ക് അവിടെ ഉന്നയിക്കാൻ പറ്റും? ഒരു ഉപചോദ്യം ചോദിക്കുവാനുള്ള സമയം പോലും ഈ 5 മിനിറ്റിൽ നമുക്ക് ലഭിക്കില്ല. അന്നേരം എങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്? അതുപോലെ തന്നെ ഒരു പൊതുജനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവര് വെച്ചിരിക്കുന്ന ആ ഫുൾ ടൈമിൽ നമുക്കിത് കാണാനും നമുക്കിത് കേൾക്കാനുമുള്ള നമുക്ക് അവകാശമുണ്ട്. നമ്മളൊരു ഒരു സ്റ്റേക്ക് ഹോൾഡർ എന്നുള്ള രീതിയിൽ നമുക്കതിനുള്ള അവകാശമുണ്ട്. എങ്ങനെയാണ് ഇതവർ ഹനിക്കുന്നത്? എങ്ങനെയാണ് നമ്മളെ അങ്ങനെ അവർ തടയാൻ പറ്റുന്നത്? ഈ 1 മണിക്കൂർ സമയം കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയും. കാരണം കൃത്യം ടൈം സ്ലോട്ട് അവർ കൊടുത്തിരിക്കുകയാണ്. ഈ 5 മിനിറ്റ് സമയമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എങ്ങനെ നമുക്ക് കാര്യങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം? അന്നേരം ഇത് വീണ്ടും ഒരു കോടതി നിയമത്തിലേക്ക് പോവില്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം. ഇതിനെല്ലാം കൃത്യമായിട്ട് ഹൈക്കോടതി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവർക്ക് അവരുടേതായ കോർഡിനേറ്റ് ചെയ്യാൻ. ഞാൻ ചോദിക്കുന്നത് ഇവിടെ ടൈം സ്ലോട്ട് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് സംസാരിക്കാനാണ്. നിങ്ങൾക്ക് അവിടെ കയറരുതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ, നാളിതുവരെ?
നേരത്തെ പോയി കയറാൻ മേലെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അനൗൺസ്മെന്റ് അവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പബ്ലിക് വന്ന് കേൾക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇല്ല. പിന്നെന്താ കുഴപ്പം? അവിടെ ചെന്നിട്ട് ഒരാളെ റിജക്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം, നിങ്ങൾക്ക് കൂടുതൽ സമയം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾ അവിടെ പോയി വെയിറ്റ് ചെയ്യണ്ട. നിങ്ങൾക്ക് 1 മണിക്കൂറിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ ഷോട്ട് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് സംസാരിക്കാൻ തന്നിരിക്കുന്ന സമയമാണ്. അതിനപ്പുറത്തുള്ള സമയത്ത് നിങ്ങളോട് വന്ന് ഇരിക്കേണ്ടെന്നോ നിങ്ങൾ ഹിയർ ചെയ്യണമെന്നോ നിങ്ങൾ പറഞ്ഞ കേൾക്കണമെന്നോ ആരും പറഞ്ഞിട്ടില്ല. അതിനെ അവര് റെഗുലേറ്ററി കമ്മീഷൻ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷനകത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെ ഞാൻ പറഞ്ഞത് അവരുടെ റൂൾ ഓഫ് ബിസിനസിനകത്ത് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് അവർ ചെയ്യേണ്ടത്. അവർ റൂൾ ഓഫ് ബിസിനസിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ റൂൾ ഓഫ് ബിസിനസ് അനുസരിച്ച് അവരുടെ പ്രൊസീഡിങ്സ് നടത്തേണ്ടത്. ആ റൂൾ ഓഫ് ബിസിനസിന് വിരുദ്ധമായിട്ട് അവർ നടത്തി കഴിഞ്ഞാൽ കോടതി പോവാം. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇത് പറ്റിയത് അവർക്ക്. അവിടെ റൂൾ ഓഫ് ബിസിനസിന് വിരുദ്ധമായിട്ട് ഓൺലൈൻ മാത്രം നടത്തുകയും ഫിസിക്കൽ ഹിയറിംഗ് നടത്താതിരിക്കുകയും കുറഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നടത്തേണ്ടി വന്നത്. അപ്പൊ അതാണ് അതിനകത്തെ പ്രശ്നം. അവരുടെ റൂൾ ഓഫ് ബിസിനസ് വിട്ടിട്ട് ഇനിയെങ്കിലും അവർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു കേസ് ഇല്ല. രണ്ടാമത്തെ കാര്യം അതാണ്. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്. അത് അവര് കേൾക്കരുതെന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു സ്ലോട്ട് വന്നിരിക്കുന്നത് ആ സ്ലോട്ടിനുള്ളിൽ നിങ്ങൾക്ക് പോയി സംസാരിക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ എല്ലാവർക്കും അഭിപ്രായം കഴിഞ്ഞാൽ ഈ സമയപരിധി ഉണ്ടല്ലോ, അവർക്ക് അവസരം കൊടുക്കാന്നുള്ളൂ. കൂടുതൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം, ലിമിറ്റ് ചെയ്ത് പറയാം, അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാവർക്കും ഇൻഫിനിറ്റ് ആയിട്ട് കാര്യങ്ങൾ കേൾക്കണമെന്നൊക്കെ ഉള്ളത് നടക്കുന്ന പ്രായോഗികമല്ല. അവരെ വിതിന്റെ ടൈം ലിമിറ്റിനുള്ളിൽ അതിനുള്ള അവസരം കിട്ടും. ബാക്കിയുള്ളത് എഴുതി കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ എഴുതി കൊടുത്ത കാര്യങ്ങൾക്ക് കോൺട്രഡിക്ഷൻസ് ഉണ്ടെങ്കിൽ കൺസിഡർ ചെയ്തില്ലെങ്കിൽ ലീഗാണെന്ന് നിങ്ങൾക്ക് ഈ റെഗുലേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് ചലഞ്ച് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, അതോടൊപ്പം നമുക്ക് ചോദിക്കാനായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടി പ്രിപ്പയർ ചെയ്ത് കിട്ടുകയാണെങ്കിൽ അല്ലല്ല, സാധാരണ ആളുകളെ അത് തെറ്റാവട്ടെ. നിങ്ങൾക്ക് അവരോട് ചോദിക്കാനായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ അല്ല. അവര് അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് തെറ്റിപ്പോയി. പലപ്പോഴും ആൾക്കാർ അല്ല, ഞാൻ പറഞ്ഞു തീർന്നില്ല സാറേ. ഞാൻ പറഞ്ഞു തീർന്നില്ല. ഞാൻ പറഞ്ഞ നമ്മൾക്ക് KDSPC-യിലുള്ള മെമ്പർമാർക്ക് നമ്മൾക്ക് ചോദിക്കുവാനുള്ള കാര്യങ്ങൾ നമ്മളൊരു പരസ്പരം കൈമാറി കഴിഞ്ഞാൽ നമുക്ക് ആ വിഷയങ്ങൾ ചോദിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ അവരോട് പറയുന്നതല്ല ഞാൻ പറഞ്ഞത്. ആരോട് ചോദിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. നമ്മൾക്ക് ഈ KDSPC-യിലുള്ള അംഗങ്ങൾക്ക് നമുക്ക് ചോദിക്കാൻ, പല ആളുകൾക്കും വിഷയങ്ങൾ ഇതിന് ടെക്നിക്കലായിട്ട് അറിയാത്ത ആളുകൾ, അന്നേരം എല്ലാ ചോദ്യങ്ങളും ഒരാൾക്ക് അവതരിപ്പിക്കാം. എനിക്ക് ക്ലാരിറ്റി കിട്ടിയില്ല. പരസ്പരം ചോദിക്കുന്നതാണോ? അല്ല, അവിടെ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അല്ല, അവിടെ ചോദിക്കാനല്ലല്ലോ. നമ്മളുടെ ആവശ്യങ്ങൾ പറയുക ചെയ്യുന്നത്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് റെസ്പോണ്ട് ചെയ്യണമെന്ന് ഒരു ബന്ധമില്ല. അവര് ഹിയർ ചെയ്യുള്ളൂ, റെസ്പോണ്ട് ചെയ്യത്തില്ല. റെസ്പോണ്ട് ചെയ്യുന്നത് ചിലപ്പോ നമ്മൾ കോടതി തന്നെയാണ്. ഇത് ക്വാസി ജുഡീഷ്യൽ കൂടെ ജഡ്ജിയോട് റെസ്പോണ്ട് ചെയ്യണം നമുക്ക് ആവശ്യപ്പെടാൻ പറ്റുമോ? പറ്റത്തില്ല. അവര് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറയും അവർക്ക് തോന്നുന്നത്. അത് മാത്രമേ ഉള്ളൂ. ഇത് ജഡ്ജിമാരെന്ന് പറഞ്ഞാൽ ഹിയർ ചെയ്യുക, ക്വാസി ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ആണിത്. അവര് ഹിയർ ചെയ്യും, നമ്മൾ പറയുന്നത് കേൾക്കും, അവസാനം ഓർഡർ. അന്നാലും എന്ത് റെസ്പോണ്ട് ചെയ്താൽ ആ റെസ്പോൺസിന് യാതൊരു വിലയില്ല. ഓർഡർ വരുമ്പോൾ മാത്രമേ വിലയുള്ളൂ. അവരെ എൻപിറ്റിവിയിൽ അവരെ കുറച്ച് അഭിപ്രായം പറയുന്നത് അതിന് ഒരു വിലയില്ല. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ അവരിൽ നിന്ന് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കേണ്ട. അവര് പറയുന്നത് ശരിയാണോ എന്ന് അറിയില്ല, തെറ്റാണോ എന്ന് അറിയില്ല. പക്ഷേ അവസാനം റെഗുലേഷൻ ഇറക്കുമ്പോൾ മാത്രമേ അതിനകത്ത് കാര്യമുള്ളൂ. അവര് നമ്മളെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനായിട്ട് അവർക്ക് യാതൊരു കടമ, അതവരുടെ ഡ്യൂട്ടി അല്ല. അവരുടെ ഡ്യൂട്ടി അല്ല അത്. അവര് പറയത്തുമില്ല. പറയണമെന്ന് നമുക്ക് ആവശ്യം. എന്റെ അഭിപ്രായത്തിൽ അവർ മിണ്ടാതിരുന്ന് കേൾക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അവർ പ്രതികരിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രശ്നമാണ്. പ്രതികരിക്കാൻ പാടില്ല. എല്ലാ മനുഷ്യരും പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ഇരിക്കുന്നത്. എന്നിട്ട് അതെല്ലാം സ്വാംശീകരിച്ചിട്ട് അവരുടെ രാജ്യത്തെ നിയമങ്ങളും ചട്ടങ്ങളും മേഖലയുടെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ സ്വാംശീകരിച്ച് അതിനോട് അക്കോർഡിംഗ് ടു ദാറ്റ് ദേ ഷുഡ് ഫ്രെയിം ദെയർ റെഗുലേഷൻ. അതാണ് കറക്റ്റ്. ഓക്കെ, ഇപ്പം ക്ലിയർ ആയി. ഓക്കെ, മൊയ്തീൻ സാറ് പറഞ്ഞതനുസരിച്ച് കുറച്ച് ചോദ്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുത്താല് ഇത് നമുക്ക് പരീക്ഷയ്ക്ക് കാണാതെ പഠിക്കുന്ന പോലെ ആയിപ്പോവും. നമ്മൾ നടന്ന ഓൺലൈൻ ഹിയറിംഗ് നടന്നില്ലേ? ഓൺലൈൻ ഹിയറിംഗ്, ആ ഓൺലൈൻ ഹിയറിംഗ് നടന്നതിൽ ഒരു 50% അല്ലെങ്കിൽ 60-70% ഫ്രം ദ ഹാർട്ട്, ഹൃദയത്തിൽ നിന്ന് അവർ ചോദ്യങ്ങൾ ചോദിച്ചത്. നമ്മൾ കാണാതെ പഠിപ്പിച്ച് വിട്ട് ചില ലേഡീസൊക്കെ കാണാതെ പഠിച്ചു വന്നവരുണ്ട്. അതൊരു സത്യസന്ധത ഇല്ലാത്ത ചോദ്യങ്ങളായിരുന്നു അത്. അതുകൊണ്ട് നമ്മളിപ്പോ ഈ KDSPC-യിൽ ഇത് ഒരുപാട് നാൾ കൊണ്ട് ചർച്ച ചെയ്യും. ഇപ്പൊ ഇന്ന് തന്നെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു റിന്യൂവബിൾ എനർജിക്ക് വേണ്ടി ഈ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് സോളാർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഇതുപോലെ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ്സ് ചോദിക്കുക, അത്രേ ഉള്ളൂ വഴി. അല്ലാതെ റെഡിമെയ്ഡ് ചോദ്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോ തന്നെ എത്രയോ ചോദ്യങ്ങൾ നമ്മൾ ആ പോളായിട്ടിട്ട് എത്ര പേര് അറ്റൻഡ് ചെയ്തു സാറ് കണ്ടിട്ടില്ലേ? അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല. നമ്മൾ വെറുതെ ഇരുന്ന് നമ്മുടെ സമയം കളയാമെന്നല്ലാതെ നമ്മൾ ചർച്ചകൾ ചെയ്യാം. കാര്യങ്ങൾ സംശയം ഇപ്പൊ നമ്മളിവിടെ നടത്തുന്ന പോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, നമ്മൾ മറുപടി പറഞ്ഞു കൊടുക്കുന്നു, അതനുസരിച്ച് നമ്മൾ പഠിക്കുക. ആ പഠിക്കുന്നത് ഹൃദയത്തിൽ തട്ടി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിക്കുക.
അതല്ലാതെ റെഡിമെയ്ഡ് ആക്കി ഒരാളിനെ വിടുന്നതിൽ അതല്ല. നമുക്കിപ്പം താരിഫ് ഓർഡറിന്റെ കാര്യമെങ്കിൽ നമ്മൾ അന്ന് പ്രിപ്പയർ ചെയ്തു, നമുക്ക് പറയാനുള്ള പോയിന്റ്സ് എല്ലാം കൂടെ കമ്പൈൽ ചെയ്തിട്ട് പാലക്കാട് ഇന്ന ആൾ പറയണം, കോഴിക്കോട് ഇന്ന ആൾ പറയണം എന്ന് പറഞ്ഞ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് അങ്ങനെയല്ല, ഇതൊരു എൻ്റയർലി ഡിഫറെന്റ് കേസാണ്. അതുകൊണ്ടാണ് അന്നത്തെ താരിഫ് ഓർഡർ പോലൊന്നും അല്ല, ഇത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു നിയമമാണ് വരാൻ പോകുന്നത്. അപ്പൊ നമ്മള് പ്രീ പ്ലാൻ ചെയ്തിട്ട് നടക്കുവോ എനിക്കറിയത്തില്ല. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ താങ്ക് യു. ഓക്കെ, സേവ്യർ സാറെ സംസാരിക്കോ? സാറേ, ഞാൻ നേരത്തെ പറഞ്ഞ ഇതാണ് റിന്യൂവബിൾ. ഇപ്പൊ സാറും പറഞ്ഞാണ് ഈ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് സോളാർ മാത്രമാണെന്ന് പറയുന്നത് അത് തെറ്റാണ്. കാരണം വെച്ചാൽ ഈ ഡ്രാഫ്റ്റിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്നത് RE ജനറേറ്റിംഗ് സിസ്റ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ല സോളാർ എന്നല്ല അവിടെ പറയുന്നത്. എന്നിട്ട് RE റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് സച്ച് ആസ് ഹൈഡ്രോ, വിൻഡ്, സോളാർ ഇൻക്ലൂഡിങ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, ബയോമാസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുവാണ്. ഇപ്പൊ എന്നോട് അജയ് വർഗീസ് തന്നെ ഇവിടെ ചോദിച്ചു നെറ്റ് മീറ്ററിംഗ് വെച്ച് ഹൈഡ്രോ പറ്റുമെന്ന്. പറ്റും. റെഗുലേഷൻ 6 തന്നെ പറയുന്നത് നെറ്റ് മീറ്ററിംഗിൽ സോളാർ എന്ന് പറയുന്നില്ല, അവിടെ RE സിസ്റ്റം എന്നേ പറയുന്നുള്ളൂ. എന്നപ്പം ഇത് സോളാർ, നമ്മുടെ മനസ്സിൽ സോളാർ ഇരിക്കുന്നതുകൊണ്ട് നമ്മളിത് സോളാർ മാത്രമാണെന്ന് അതങ്ങ് അസ്യൂം ചെയ്ത് പോകുന്നതാണ് പ്രശ്നം. ഇത് ഡ്രാഫ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മൊത്തം എഴുതിയിരിക്കുന്നത് RE ജനറേറ്റിംഗ് സിസ്റ്റം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതൊന്ന് പറയാനായിട്ട് സാർ എന്തെങ്കിലും പറയാനുണ്ടോ സാറേ? അല്ലല്ല, അത് പറഞ്ഞത് ശരി തന്നെയാണ്. ഇത് ജനറലായിട്ട് അത്, പക്ഷെ പ്രായോഗികമായിട്ട് ശരിക്കും പ്രായോഗികമായിട്ട് ഇത് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കണക്ടിവിറ്റി KSEB തരണമെങ്കിൽ അതിന് ഫർദർ ആയിട്ടുള്ള റെഗുലേഷന്റെ ഫർദർ ഇത് ഉണ്ടാവണം. അത് ക്ലാരിറ്റി ഇല്ല. പറഞ്ഞത് ശരി തന്നെയാണ്. ഇത് ഇപ്പം ഇദ്ദേഹം നമ്മുടെ സേവർ പറഞ്ഞത് ശരിയാണ്. അപ്പം അതിനകത്ത് കുഴപ്പമെന്നാന്ന് വെച്ചാല് ഇതിനകത്ത് വന്ന ഡീറ്റെയിൽസ് മുഴുവൻ സോളാറിലേക്ക് ലിമിറ്റ് ചെയ്യും. ഡീറ്റെയിൽസ് മുഴുവൻ, അതായത് ഒരു വിൻഡ് വെക്കുമ്പോൾ വിൻഡിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ അതിനകത്ത്? വിൻഡ് വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരേണ്ട കോംപ്ലിക്കേഷൻസ്, റിയാക്റ്റീവ് പവർ, ആക്റ്റീവ് പവർ, അല്ലെങ്കിൽ അതിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് എനിക്ക് പറയുന്നില്ല സാർ. അത് ഹൈബ്രിഡിന്റെ കാര്യത്തിലും പറയുന്നില്ല. നമ്മളിപ്പോ ഒരു ഇല്ല. ഹൈബ്രിഡ് അതെ അത് എക്സാക്ട്ലി അത് ശരിയാണ്. ഹൈബ്രിഡ് വെക്കണം എന്നല്ല, ഹൈബ്രിഡിന്റെ കാര്യത്തിൽ പറയുന്നില്ല. പറയുന്നില്ല. അങ്ങനെ ഈ സാധനം ഡ്രാഫ്റ്റ് മൊത്തം ഒരു ഇതാണ്. അല്ലാതെ നമ്മളിപ്പം സോളാർ മാത്രമാണ് ഇത് പറയുന്നതെന്ന് പറയുന്നത് ശരിയല്ല. എല്ലാത്തിനും അത് പറഞ്ഞ ശരി തന്നെയാണ്. ഹൈബ്രിഡിന്റെ കാര്യത്തിൽ എവിടെ മീറ്റർ വെക്കണമെന്നോ എങ്ങനെ വെക്കണമെന്നോ ഒന്നും അവിടെ പറയുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇതൊരു ജനറൽ ആണെങ്കിൽ തന്നെ ഇതിനകത്ത് പക്ഷേ സോളാറിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അവിടെ മൈന്യൂട്ട് ആയിട്ട് പോയിട്ടുണ്ട് ഒരു പരിധി വരെ. പക്ഷെ അത് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പം നമ്മളൊരു ഹൈഡ്രോ ജനറേഷൻ വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോയുടെ പോയിന്റ് ഓഫ് കണക്ടിവിറ്റി എങ്ങനെയാണ്, അത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യപ്പെടേണ്ടത്, ഈ വക കാര്യങ്ങളൊന്നും അവർ ഡീൽ ചെയ്യുന്നില്ല അവിടെ. അതേപോലെ ഒരു വിൻഡ് വെച്ചാൽ വിൻഡിന്റെ എങ്ങനെയാണ്, വിൻഡിന് എത്രമാത്രം വേരിയബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ചെയ്യുന്നത്, അതൊന്നും കൃത്യമായിട്ട് വേരി ചെയ്തിട്ടില്ല. ഇപ്പൊ സോളാറിന്റെ ഇതാണ് അവർ നെറ്റ് മീറ്ററിന്റെ വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഡൊമസ്റ്റിക് ടു ഡൊമസ്റ്റിക്. ഇപ്പൊ വിൻഡ് ഇപ്പൊ ഡൊമസ്റ്റിക് വെക്കാൻ, ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈഡ്രോ ആണെങ്കിൽ ഡൊമസ്റ്റിക്കിൽ വെക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് വെക്കാൻ പറ്റും. അപ്പൊ അത് വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ട്, ഇല്ലെന്നില്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതൊന്നും ഇൻ ഡീറ്റെയിൽ ഇത് ഡീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഞാനത് പറയുന്ന കാര്യം, ഡയറക്റ്റ് RE സിസ്റ്റം പറഞ്ഞില്ല, ഡയറക്റ്റ് അവര് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ അവർ ഡീൽ ചെയ്യും, ഏത് സമയത്ത്? ഇപ്പൊ പറഞ്ഞ മറ്റേയാണെങ്കിൽ സോളാർ അവേഴ്സ് ഉണ്ട്, മറ്റേ അവേഴ്സ് ഉണ്ടോ, അതോ അതിന് എങ്ങനെയാണ് അവർ ഫാക്ടറൈസ് ചെയ്യുക? ഇതൊന്നും ഇവിടെ വന്നിട്ടില്ല. അല്ല, അത് പറയുന്നുണ്ട് ഏത് ടൈമിലാണ് ഇഞ്ചക്ട് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ അവർ ആദ്യം എടുക്കുക, പിന്നീട് ബാക്കിയുള്ള ഓരോ ടൈമിന്റെ ഇത് പറയുന്നുണ്ട്. അത് സോളാർ അല്ലേ പറയുന്നുള്ളൂ? സോളാർ അല്ല, ഏതാണെങ്കിലും പറയുന്നുണ്ട്. ഏത് സിസ്റ്റത്തിന് നമ്മൾ നോർമലൈസേഷന്റെ അവിടെ വരുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ഏത് ഇതിലാണ് ഇഞ്ചക്ട് ചെയ്യുന്നത്, ആ ഇഞ്ചക്ട് ചെയ്ത ടൈമിലോട്ടാണ് ആദ്യത്തെ അത് പോകുന്നത്, പിന്നീടാണ് അത് ബാക്കിയുള്ള ഇതിലോട്ട് പോകുന്നതെന്ന് പറയുന്നു. ശരിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വെക്കാൻ പറ്റില്ല. പക്ഷെ അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത്, കാരണം ഈ റിലേഷൻ കൂടുതൽ ഇത് ഡീറ്റെയിലേക്ക് വരുമ്പോഴേ അത് പ്രായോഗികതയിലേക്ക് വരുള്ളൂ. ആ രീതിയിലേക്ക് വന്നത് നല്ല കാര്യമാണ്. ഈ പറഞ്ഞ മറ്റുള്ളവരുടെ ഇൻകോർപ്പറേറ്റ് ചെയ്തതിലേക്ക് വന്ന കാര്യമാണ്. പക്ഷെ അത് അങ്ങനെയാണെങ്കിൽ നല്ല കാര്യമാണ് ഉള്ളൂ. അല്ലാതെ ആ രീതിയിലേക്ക് ഞാൻ ചിന്തിച്ചില്ല. സാറേ എങ്ങനെ പറഞ്ഞാലും ഇപ്പൊ സേവ്യർ സാർ അത് പറഞ്ഞാലും എനിക്ക് മനസ്സിലാകാന്ന് പറഞ്ഞപ്പോ വിൻഡിന്റെ അകത്ത് ഒരു ഇൻവെർട്ടർ ഒക്കെ കാണുമല്ലോ, ഉണ്ടല്ലോ. അതിനെപ്പറ്റി അവിടെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. മൊത്തമായിട്ടും പറയുന്നത് സോളാറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജി ആയിട്ട് വരുന്നത് സോളാറാണ്. അങ്ങനെ വിൻഡിനെ കുറിച്ച് പറയണമെങ്കിൽ സോളാറിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ വിൻഡിന് ഒരു ബ്ലോക്ക് ഇട്ടിട്ട് അവരൊരു റെഗുലേഷന്റെ നമ്പർ ഇട്ട് ഇന്ന് എത്ര റെഗുലേഷൻ വിൻഡ് ഹാൻഡിൽ ചെയ്യുന്നത്, നമ്മൾ പറയല്ലോ സോളാർ ഹാൻഡിൽ ചെയ്യുന്നത് ഇത്ര KW
അതിനകത്ത് ഓരോന്നിനും പറഞ്ഞിട്ടുണ്ട് 3 KW വരെയുള്ള, അല്ലെങ്കിൽ ആ രീതിയിൽ ഇവര് അതൊരു പ്രത്യേക റെഗുലേഷന്റെ ഇതും അതൊരു പ്രത്യേകിച്ച് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഇത് വരണമായിരുന്നു. അത് വരാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഹൈബ്രിഡിനെ പറഞ്ഞ ശരി തന്നെയാണ്. ഹൈബ്രിഡിനും പ്രശ്നമുണ്ട്. അത് എവിടെ കൊണ്ട് വെക്കുക, എങ്ങനെ മീറ്റർ വെക്കുക, എങ്ങനെ അക്കൗണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ട്. നെറ്റ് മീറ്ററിനെ സംബന്ധിച്ച പ്രശ്നമൊന്നുമില്ല. വിൻഡാണെങ്കിലും ഇപ്പൊ നെറ്റ് മീറ്ററിംഗ് ഇത് പറയുന്ന നമ്മളൊരു സാധാരണക്കാരൻ ഡൊമസ്റ്റിക്കാരൻ വിൻഡി കൊണ്ട് വെച്ചാലും 3 KW വരെ നെറ്റ് മീറ്ററിംഗ് ചേർത്തുള്ളൂ, നിങ്ങൾ എത്ര വെച്ചാലും. അതാണ് അവരുടെ അതുകൊണ്ടാണ് അവർ പൊതുവായിട്ട് RE ജനറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ് അല്ല. അന്നേരം അവർ ഞാൻ ചോദിക്കുന്നത് വിൻഡോ ജനറേറ്റിംഗ് മീറ്റർ എവിടെ കൊണ്ട് വെക്കും? ജനറേഷൻ മീറ്റർ അത് നോക്കണം. അതിന്റെ ഒരാള് വീട്ടില് വിൻഡും സോളാറും കൂടി ഉണ്ടെന്ന് വിചാരിക്കാം. ഒരാളുടെ വീട്ടില് എവിടെ കൊണ്ട് വെക്കും ജനറേഷൻ മീറ്റർ? സാറേ ഇതിനകത്ത് ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഇത് പറയുന്നത്, അതായത് KECBയോട് റെഗുലേറ്ററി കമ്മീഷൻ അതാത് ഇൻവെർട്ടറുകളിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ജനറേഷൻ എത്രയാണോ അത് അളക്കാനുള്ള ഒരു സാഹചര്യം അവർ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. ഇത് പുതിയ റെഗുലേഷനിൽ അങ്ങനെ ഒരു പ്രപ്പോസൽ അവർ വെക്കുകയോ അല്ലെങ്കിൽ അതിനൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയോ ചെയ്താൽ ഓക്കെ. അതെ, അത് തന്നെ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഇൻസ്ട്രക്ഷൻ അതായത് ഈ സ്മാർട്ട് മീറ്ററിനോടനുബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു മോഡം എക്സ്ട്രാ മോഡം KECB അതായത് നമ്മള് ഇതിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നെറ്റ് മീറ്ററിംഗിൽ നിലനിന്ന് പോയി കഴിഞ്ഞാൽ അകത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാതെ പോയിന്റ് ഓഫ് സപ്ലൈയിൽ മാത്രം മെഷർ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പോകും. അതിന് ബിയോണ്ട് ആയിട്ട് പല കാര്യങ്ങളും സോളാറിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ചും കൂടെ ഒരു സങ്കീർണമായിട്ടുള്ള ഒന്നിലധികം ഒരേ ഇതിൽ തന്നെ ഒന്നിലധികം റിസോഴ്സസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരേ പ്രൊസസിൽ തന്നെ ഒന്നിലധികം റിസോഴ്സ് ഉപയോഗിക്കുമ്പോൾ സംഗതി കോംപ്ലിക്കേറ്റഡ് ആവും. സാറേ പിന്നെ അത് കൂടാതെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, സ്മാർട്ട് മീറ്റർ 2027 ശേഷം വരുന്ന എല്ലാ ഇൻസ്റ്റാളേഷനും സ്മാർട്ട് മീറ്റർ വേണമെന്ന് പറഞ്ഞു. ഒരു കൺസ്യൂമർ ഈ പറയുന്ന 3 മീറ്റർ 4 മീറ്റർ സ്മാർട്ട് മീറ്റർ വെക്കണം എന്ന് പറഞ്ഞാൽ പറ്റണ കാര്യമാണോ? ശരിയല്ല അത്. അല്ല, അങ്ങനെ വെക്കണമെന്ന് ഇവര് പറഞ്ഞില്ല. അതിലെ റെഗുലേഷൻ ഇറങ്ങിയില്ലല്ലോ. ശരിയല്ല, അത് പറഞ്ഞ ഓക്കെ, അത് പറട്ടെ. അതിലെ നമ്മൾ പറയുന്നത് ഒരാളുടെ കൺസ്യൂമറുടെ പ്രെമിസസിനകത്ത് നമ്മൾ പറയുന്ന ഒരു പ്രധാന കാര്യമാണ് കൺസ്യൂമറുടെ ഒരു ലൈസൻസിയുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് സപ്ലൈ ആണ്. പോയിന്റ് ഓഫ് സപ്ലൈ വരെയുള്ള ഇൻസ്റ്റലേഷൻ ഈസ് ഓൺഡ് ബൈ ദ ലൈസൻസി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി. അതിനുശേഷമുള്ള ഇൻസ്റ്റലേഷൻ ഈസ് ഓൺഡ് ബൈ ദ കൺസ്യൂമർ ആണ്. അപ്പൊ കൺസ്യൂമറുടെ ഇൻസ്റ്റലേഷനിൽ ഒരു മീറ്റർ വെക്കണമെങ്കിൽ കൺസ്യൂമറുടെ സമ്മതം വേണം. റെഗുലേറ്ററി കമ്മീഷൻ എന്തു പറഞ്ഞാലും CAയുടെ ഇലക്ട്രിസിറ്റി ആക്ട് സെക്ഷൻ 55, ആ സെക്ഷൻ 55 പ്രകാരം CAക്ക് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി ഉണ്ടാക്കുന്ന മീറ്ററിംഗ് ഇൻസ്റ്റലേഷൻ ആണ് രാജ്യത്തെ, കേരളത്തിലല്ല രാജ്യത്തെ മീറ്ററിംഗിന്റെ സംവിധാനത്തിന്റെ ലൊക്കേഷൻ തീരുമാനിക്കുന്നത്. അപ്പൊ ആ CAയുടെ റെഗുലേഷൻ പ്രകാരം വെക്കുന്ന മീറ്ററുകൾ ആണ്. അപ്പൊ അവിടെ ഒരു കൊമേഴ്സ്യൽ മീറ്റർ ആണ്. ഇതൊരു കൊമേഴ്സ്യൽ ബില്ല് ചെയ്യാനുള്ള കൊമേഴ്സ്യൽ മീറ്റർ വെക്കാൻ ഒറ്റ സ്ഥലമേ ഉള്ളൂ, അത് പോയിന്റ് ഓഫ് സപ്ലൈ. ഒരു കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം കൺസ്യൂമറുടെ പോയിന്റ് ലൈസൻസിയുടെ പോയിന്റ് ഓഫ് സപ്ലൈയിലേ ഉള്ളൂ ലൈസൻസി മീറ്റർ കൊമേഴ്സ്യൽ മീറ്റർ വെച്ചിട്ട് ബില്ല് ചെയ്യാൻ പറ്റും. അതിനകത്ത് വെക്കണമെങ്കിൽ അവിടെ വെക്കുന്ന മീറ്ററുകൾ ഓഡിറ്റ് മീറ്ററോ അക്കൗണ്ടിങ് മീറ്ററോ ആണ്. ആ ഓഡിറ്റ് മീറ്ററോ അക്കൗണ്ടിങ് മീറ്ററോ ഡീൽ ചെയ്യുന്നത് ഡിഫറൻ്റ് ആണ്. അത് കൺസ്യൂമറുടെ സൗകര്യമാണ്. അതിനെ ഡീൽ ചെയ്യാനുള്ള മറ്റ് റെഗുലേഷൻസും മറ്റ് നിയമങ്ങളും ഉണ്ട്. അതൊന്നും ഇല്ലാതെ നിങ്ങളിപ്പം വിചാരിക്കുന്ന പോലെ KECB അല്ല, ലൈസൻസി ആണ്. KECB ഒരു പബ്ലിക് സെക്ടർ ആണ്. നാളെ ഒരു പ്രൈവറ്റ് സെക്ടർ ആകാം, ഒരു വ്യക്തിയാകാം, ഒരു ഫ്രാഞ്ചൈസി ആകാം. അവർക്കൊക്കെ നിങ്ങളുടെ വീട്ടിനകത്ത് കയറി നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓരോ ഇലക്ട്രിസിറ്റിയും വളക്കിന്റെ യാതൊരു അധികാരവും അവർക്കില്ല. അപ്പം ലൈസൻസിയുടെ അധികാരങ്ങൾ വെച്ചുകൊണ്ട് പോയിന്റ് ഓഫ് സപ്ലൈ അവർ ഇലക്ട്രിസിറ്റി ഒരു കമ്മോഡിറ്റിയാണ്. ആ കമ്മോഡിറ്റി വിൽക്കുമ്പോൾ ആ വിൽക്കുന്ന കമ്മോഡിറ്റിക്ക് അവർക്ക് മീറ്റർ വെച്ചിട്ട് അളന്നു കൊടുക്കാം. അതിനകത്ത് ഒരു കൺസ്യൂമർ സ്വന്തം ആവശ്യത്തിന് ഒരു ബാറ്ററി വെച്ചോ ജനറേറ്റർ വെച്ചോ ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ അത് വേണമെങ്കിൽ ഗവൺമെന്റിന് ചോദിക്കാം. ഗവൺമെന്റിന് വേറെ അധികാരങ്ങളുണ്ട്. ഗവൺമെന്റിന് അതിന്റെ അനുസരിച്ച് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഡിഫറൻ്റ് ആണ്. ഗവൺമെന്റ് പക്ഷെ ഒരു ലൈസൻസിക്ക് ഇല്ല, ഒരു കമ്പനിക്ക് അധികാരമില്ല. ഗവൺമെന്റിന് നിയമങ്ങൾ ഉണ്ടാക്കി പൗരന്റെ എന്നാലും ഫണ്ടമെന്റൽ റൈറ്റ് അനുസരിച്ച് നിർത്തിക്കൊണ്ടേ പറ്റും. ആ അധികാരങ്ങൾ ചിലപ്പോൾ ഗവൺമെന്റിന് പറ്റുമായിരിക്കും, പക്ഷെ ലൈസൻസിക്ക് ഇല്ല. ലൈസൻസിക്ക് വിൽക്കുന്ന സാധനത്തിന് അളന്നു കൊടുക്കാനുള്ള അധികാരം. അത് ആ ഒരു റൈറ്റിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ ഞാൻ പറയുള്ളൂ. അത് വലിയൊരു കോൺസിക്വൻസ് ഉണ്ടാകുന്ന നിയമമാണ്. അതിനകത്ത് കയറി ഇടപെടാനായിട്ട് കൺസ്യൂമർ സമ്മതിക്കരുത്. കൺസ്യൂമറുടെ റൈറ്റ് ആണ് അത്. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ പ്രൊസ്യൂമർ ആവാം,
കൺസ്യൂമർ ആവാം, ഒരു ഫാക്ടറി ഉടമയാവാം, ആരെങ്കിലും ആവാം. അത് അവരുടെ ആ പ്രമിസസിനകത്ത് കയറി മീറ്റർ വെച്ച് അതിനകത്ത് ഡേറ്റ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നിങ്ങളുടെ വീടിനകത്തും പോക്കറ്റിനകത്തും അടുക്കളക്കകത്തും കയറണമെങ്കിൽ കയറി ഡേറ്റ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സമ്മതം വേണം. സമ്മതമില്ലാതെ നിങ്ങൾക്കുള്ള പ്രൈവറ്റ് ഡേറ്റകൾ അവരെടുത്തുകൊണ്ട് പോകാൻ പാടില്ല എന്ന് ഞാൻ പറയും. ഓക്കെ, താങ്ക് യു സാറേ. ഇനി ആരാ അടുത്ത് സംസാരിക്കുന്നേ? പറയാനുള്ള പോയിന്റ്സ് എന്തെങ്കിലും സംശയങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യും. ഇത്രയും നല്ലൊരു ചാൻസ് ആരും മിസ് ചെയ്യരുത്. എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? മോഹൻ കൃഷ്ണപിള്ളை സംസാരിക്കാം. സോളാറിന്റെ ഒരു സെക്യൂർ ബിഡ് റേറ്റ് ഉണ്ടല്ലോ ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത്, അതുപോലെ ഇതിനും വിൻഡും അതിനും ഒരു സെക്യൂർ ബിഡ് റേറ്റ് തന്നിട്ടുണ്ട് നമുക്ക്, APPC റേറ്റ് അങ്ങനെയുള്ള കാണാൻ വേണ്ടിട്ട്. എന്തായാലും അതൊരു സാറേ പെർഫെക്റ്റ്ലി അത് ക്ലിയർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാർ പറഞ്ഞ പോയിന്റ് ഒക്കെ കറക്റ്റ് ആണ്. ഒരു 100% ക്ലാരിറ്റിയോട് കൂടി എല്ലാ ആർമിയെയും അല്ല, ഇത് ഈ റെഗുലേഷൻ, ഈ ഡ്രാഫ്റ്റ് റെഗുലേഷനെ ഒരു ഇതാണ് ഉടായ്പായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതാ കൺസൾട്ടന്റിന്റെ കുഴപ്പമാണ്. ആ കൺസൾട്ടന്റ് അത്രയും ആംഗിളിൽ ചിന്തിച്ചിട്ടില്ല. അത്രേ ഉള്ളൂ. അതെ ഈ കാര്യങ്ങൾ നമ്മൾ പറയാം പ്രസന്റ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അത് പറയണം. പോയിന്റ് ഔട്ട് ചെയ്യുന്ന നല്ലതാണ്. ഇതിനകത്ത് ഇന്ന കാര്യങ്ങൾ പ്രസന്റ് ചെയ്തിട്ടില്ല, അതിനകത്ത് കാര്യങ്ങൾ അത് പോയിന്റ് ഔട്ട് ചെയ്യാം. അല്ല, അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരാൾക്കെങ്കിലും വിണ്ട് വെക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത് വേണമെങ്കിൽ കോടതി പോവാം. വിണ്ടിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇതിനകത്ത് രാജ്യത്തെ പോളിസി, റിന്യൂവബിലിറ്റി പോളിസി അനുസരിച്ചും നിയമങ്ങൾ അനുസരിച്ചും എനിക്ക് വിണ്ട് വെക്കാൻ താല്പര്യമുണ്ട്. എനിക്ക് അതിന്റെ കാര്യങ്ങൾ ഈ റെഗുലേറ്ററി കമ്മീഷൻ ഈ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ക്ലാരിറ്റി വേണമെന്ന് പറയാം. ഓക്കെ. അടുത്ത് മോഹൻ സാറ് സംസാരിക്കുമോ? മോഹൻ സാറെ മൈക്ക് ഓൺ ആക്കിയിട്ട് സംസാരിക്കും. മോഹനൻ കൃഷ്ണപിള്ളை സംസാരിച്ചോളൂ. മൈക്ക് ഓൺ ആക്കണേ. മൈക്ക് ഓൺ ആയില്ല. സാറിന് മാത്രമേ ഓണാക്കാൻ പറ്റത്തുള്ളൂ, ഞങ്ങൾക്ക് ഓണാക്കാൻ പറ്റത്തില്ല. അവിടെ ആദ്യം ഒരു മൈക്കിന്റെ അടയാളം കണ്ടില്ലേ താഴെ? ലാപ്ടോപ്പ് അല്ല, മൊബൈലാ അല്ലേ? മൊബൈലിൽ എവിടെയാ മൈക്കിന്റെ ഇത്? ആരെങ്കിലും പറഞ്ഞു കൊടുക്കും. ആവണേ. പറഞ്ഞോളൂ. കേക്കാം പറഞ്ഞോളൂ. സാർ, ഒന്ന് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഒന്ന്, നമുക്ക് 3 രൂപ 26 പൈസ വെച്ചാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. പക്ഷെ 4 രൂപ 34 പൈസയാണെന്ന് സാറ് തന്നെ നമ്മുടെ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇപ്പോ ഈ കമ്മീഷന്റെ ഹിയറിംഗിൽ ഉന്നയിക്കുന്നുണ്ടോ സാർ? പിന്നെ രണ്ടാമത്, പിന്നെ നമുക്ക് ഓരോ യൂണിറ്റും പിന്നെ KSEBക്ക് കൊടുക്കുമ്പോൾ 1 രൂപ വെച്ച് ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജ് കൊടുക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഈ ഹിയറിംഗിൽ ഉന്നയിക്കുമല്ലോ. പിന്നെ മൂന്നാമത് ഒരു ഇതാണ്, ഇത് ശരിക്കും പറഞ്ഞാല് പിന്നെ ഒരു പ്രഹസനം ആണ് ഈ ഹിയറിംഗ്. അതില് KSEBയുടെ ആൾക്കാരെയൊക്കെ ഇറക്കിയിട്ട് ഒരു അലങ്കോലം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ആൾക്കാർ വളരെ സംയമനത്തോടു കൂടി അതിന് പ്രതികരിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ പറയുകയും ചെയ്യണം. ആരോടും വഴക്ക് കൂടാൻ നിൽക്കാതെ അതിന്റെ നിർദ്ദേശങ്ങളും കൂടെ കൊടുക്കാനുള്ള ഒരു എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓക്കെ സാറേ, ആദ്യത്തെ കേസിൽ APPC ഈ പറഞ്ഞ റേറ്റ് മാറിയെന്ന് പറഞ്ഞില്ലേ, അത് ഇവിടെ അല്ല, അത് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. അത് നമ്മൾ വേറൊരു പെറ്റീഷനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടത്. അല്ലാതെ ഇവിടെ അത് സംസാരിക്കേണ്ട കാര്യമില്ല. നമ്മളെ ഡ്രാഫ്റ്റുമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല. ആയിക്കോട്ടെ സാർ, മനസ്സിലായില്ലേ? പിന്നെ രണ്ടാമത് ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ളവരെ അത് ബാധിക്കത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ 10 KWന് പുറത്തുള്ളവരെ അത് ബാധിക്കും എന്നാണ്. പിന്നെ ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജിന്റെ ആവശ്യകത അങ്ങനെ വേണമോ, അത് തെറ്റായ ഒരു രീതിയാണ്. അത് ജോർജ് സാർ ഒന്ന് സംസാരിക്കുമോ സാറേ? ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജിന്റെ ആവശ്യകതയെ പറ്റി. സാറേ മൈക്ക് ഓൺ ആക്കിയില്ല. ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജിന്റെ ആവശ്യകത എന്താണെന്ന് അവർ തന്നെയാണ് പറയുന്നത്. അല്ലെ, നമ്മൾ ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജ് എന്ന് പറയുമ്പോൾ
KSEBക്ക് ഉണ്ടാകുന്ന ചെലവുകളാണ് ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യപ്പെടുന്നത്. സാർ അത് ഈടാക്കുകയല്ലേ സാർ? ഇത് ഫിക്സഡ് ചാർജ് നമ്മൾ ഇന്ന് ഈടാക്കുകയല്ലേ? അല്ലല്ല, അതിനകത്ത് ഞാൻ പറയുന്നത് അവർക്ക് ഈടാക്കാൻ പറ്റുന്ന ചാർജസ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഉണ്ട്. അവർക്ക് ചിലവാകുകയാണെങ്കിൽ ആ പൈസ നമ്മളിതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്ത് ചാർജും KSEBയോട് വാങ്ങിക്കുന്നത് KSEBയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയല്ല, അത് അവരുടെ ARRൽ ഉൾപ്പെടുത്തി അവരുടെ മൊത്തം ചെലവിലേക്ക് വരും. അപ്പൊ ആർക്ക് ഇത് കൊടുക്കുന്നതാണ്. അപ്പൊ അവർക്ക് വരുന്ന ചെലവിന് കറസ്പോണ്ടിങ് ആയിട്ടേ ഉള്ളൂ അവർക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള കണക്കുകൾ അവർ നാളിതുവരെ ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജിന് വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും ചെലവ്, ഗ്രിഡ് സപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അവർക്കുണ്ടാകുന്ന ചെലവ്? ഒന്നെന്ന് പറഞ്ഞാല് അവർക്ക് ഇലക്ട്രിസിറ്റി വാങ്ങിച്ചാല് അതിന് കൂടുതൽ പൈസ ചെലവാകുന്ന പറഞ്ഞ രാത്രിയിൽ. അങ്ങനെ പൈസ ചെലവാകുന്നുണ്ടെങ്കിൽ ഇവിടെ ഫാക്ടറൈസേഷൻ ഇട്ടിട്ടുണ്ട്. ഫാക്ടറൈസേഷൻ ഉണ്ട്. രാത്രിക്കലത്തെയും പകലത്തെയും വില ചെയ്യാനായിട്ടാണ് അവർ ഫാക്ടറൈസ് ചെയ്യുന്നത്. പകലത്തെ സോളാർ അവേഴ്സിന് ഒരു വില, അതിന്റെ 70% വരെയുള്ള പീക്കിൽ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ ആളെ 60% വരെ പീക്കിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഒരു ഫാക്ടറൈസേഷൻ ആയപ്പോൾ അവിടെ ആ ഒരു ഡിഫറന്റ് വില, ഡിഫറന്റ് ടൈമിലെ വിലയെ കോമൺ, അതും കൃത്യമായിട്ട് ആ ഫാക്ടറൈസേഷൻ എടുക്കണമെങ്കിൽ അവർ കഴിഞ്ഞ കൊല്ലത്തെ ഒരു ഡേറ്റ എങ്കിലും കൊണ്ടുവരണം. ഒരു ഡേറ്റ ഇല്ലാതെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഡേറ്റ കൊണ്ടുവന്നാൽ ആ ഫാക്ടറൈസേഷൻ കൊണ്ട് അതവിടെ മീറ്റ് ചെയ്യപ്പെടും. രണ്ടാമത് അവർ കൂടുതൽ ചെലവാകുമെന്ന് പറയുന്നത് പിന്നെ നമ്മളുടെ അവിടെ ഇൻസ്റ്റലേഷൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈനുകൾ ഉപയോഗിക്കുന്നുണ്ട്. ലൈനുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ ചെലവെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കൺസ്യൂമർ ഉപയോഗിക്കുന്ന കണക്ട് ലോഡിന് അനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഇൻഫ്രാസ്ട്രക്ചർ കണക്ട് ലോഡിനേക്കാൾ മീൻസ് അത് നമ്മുടെ മിക്കവാറും എല്ലാ കൺസ്യൂമറുടെയും പ്ലാന്റിന്റെ കപ്പാസിറ്റി കണക്ട് ലോഡിനേക്കാളും കുറവാണ്. അപ്പം നമ്മളൊക്കെ അതിൽ നിന്ന് അങ്ങോട്ട് ഇൻജെക്ട് ചെയ്യുമ്പോൾ അതിന്റെ മാക്സിമം റിക്വയർമെന്റ് കുറയുക ചെയ്യുന്നു. അതായത് നമ്മളുടെ ലൈനുകളെ ഓവർലോഡ് ചെയ്യാനുള്ള സാധ്യത കുറയുകയായിരുന്നു. കാരണം വെച്ചാൽ നമ്മുടെ ഇൻജെക്ട് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി അടുത്ത കൺസ്യൂമർ ഉപയോഗിക്കുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു, അന്നേരം തന്നെ അത്ര ഇലക്ട്രിസിറ്റി കുറച്ച് മതി ലൈനിൽ കൂടെ. പിന്നെ നമുക്ക് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മിച്ചമുള്ളത് അടുത്ത കൺസ്യൂമർ ഉപയോഗിക്കുന്നു. അതുപോലെ ആ കൺസ്യൂമറിന് വേണ്ട ഇലക്ട്രിസിറ്റി അത്രയും കുറച്ച് ലൈനിൽ കൂടെ എടുത്താൽ മതി. ഇൻ എഫക്റ്റ് വരുമ്പോൾ അതിനകത്ത് ലൈനിന്റെ കപ്പാസിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ചെലവൊന്നും വരുന്നില്ല, അവർക്ക് ലാഭമാണ്. കാരണം വെച്ചാൽ കൂടുതൽ വേണ്ട. പിന്നെ വരുന്ന ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റിക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ അവർ അതിന് കൃത്യമായിട്ട് ഈ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇന്ന ട്രാൻസ്ഫോമറുകൾ മാറ്റി വെച്ച് ചെലവുകൾ കാണിക്കണം. അങ്ങനെ കാണിക്കുമ്പോൾ അതും കൃത്യമായിട്ട് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. 5 KW വരെയുള്ളതിന്റെ എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ 10 KW വരെയുള്ളതിന്റെ ARR ഉൾപ്പെടുത്തി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് ഇലക്ട്രിസിറ്റി റൈറ്റ് കൺസ്യൂമറിൽ 10 KW വരെയുള്ള ആൾക്കാർ നേരിട്ട് കൺസ്യൂമറിൽ നിന്ന് വാങ്ങിക്കരുതെന്നും അത് ARR ഉൾപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. അതിന് മുഴുവനായിട്ടുള്ളത് മാത്രമേ വാങ്ങിക്കാൻ പറ്റൂ. അങ്ങനെ അപ്പൊ ഈ 10 KW വരെയുള്ളവരെ അങ്ങനെ വാങ്ങിക്കുന്നത് ഇലക്ട്രിസിറ്റി റൈറ്റ് കൺസ്യൂമറിൽ അതിന്റെ ചാർജസും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആയി വരുമ്പോൾ അവർക്ക് ഫണ്ടമെന്റലി പിന്നെ വീലിംഗ് ചാർജ്, പിന്നെ പുറത്ത് ലൈൻ ഉപയോഗിച്ച് അടുത്തേക്ക് കൊടുക്കുമ്പോൾ വീലിംഗ് ചാർജ് വാങ്ങിക്കുന്നുണ്ട് ഇവിടെ. അപ്പം പിന്നെ അവർക്ക് ഗ്രിഡ് സപ്പോർട്ട് ചാർജ് വാങ്ങിക്കാൻ എന്താണ് ചെലവെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അവര് അതാണ് അവിടുത്തെ പ്രശ്നം. അപ്പൊ നമ്മൾ ആവശ്യപ്പെടുന്നത് ഗ്രിഡ് സപ്പോർട്ട് ചാർജ് വാങ്ങിക്കുകയാണെങ്കിൽ, ഞാനത് പറയുന്ന കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കാടടച്ച് പറ്റത്തില്ലെന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം വെച്ചാല് ഇത് അവർക്ക് വരുന്ന ഇലക്ട്രിസിറ്റി ബോർഡിന് വരുന്ന ചെലവുകള് താരിഫിലേക്ക് റിഫ്ലക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ ആ ചെലവുകൾ എന്താണെന്ന് കണക്കുകൾ അനുസരിച്ച് കാട്ടിക്കൊണ്ട് മാത്രമേ ഉള്ളൂ അതിനെ റിഫ്ലക്ട് ചെയ്യിക്കാവുള്ളൂ. അങ്ങനെ ഒരു നിലപാടെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് പറ്റുന്ന കാണിച്ചാൽ നമ്മള് അത് പോളിസി അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള എല്ലാ സ്റ്റേറ്റുകളിലും അല്ലെങ്കിൽ നമ്മളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പല പോളിസികളിലും ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജ് വേണമെങ്കിൽ വാങ്ങാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ ഇത് മൂന്നും ആയി കഴിയുമ്പോൾ പിന്നെ അവർക്ക് പിന്നെ എന്ത് ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജ് എനിക്കറിയില്ല. പിന്നെ ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജ് പറഞ്ഞത് ബാങ്കിങ് ചാർജ് ആയിട്ടാണ്. അവര് ബാങ്കിങ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊടുത്തിട്ട് തിരിച്ചെടുക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് വരുന്ന വില. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് ബാറ്ററി വെക്കണം. അപ്പൊ ബാറ്ററി വെക്കാത്തപ്പോ ബാങ്കിങ് ചാർജ് പേടിക്കായിട്ട് വേറെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ല. പിന്നെ ബാങ്കിങ് ചാർജ് വാങ്ങിക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങളിൽ നമ്മള് KSEBക്ക് വരുന്ന ചെലവുകള് സുതാര്യമായിട്ട് കാണിച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് സ്റ്റഡി നടത്തി മാത്രമേ ഉള്ളൂ നമ്മളിൽ വാങ്ങിക്കാവുള്ളൂ എന്നുള്ള നിലപാടായിരിക്കും കുറച്ചും കൂടെ ജെന്യൂൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, സാറ് പറഞ്ഞതനുസരിച്ച് ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജ് 1 രൂപയെന്ന് അങ്ങനെ ക്ലിപ്തമായിട്ട് ഇങ്ങനെ എഴുതി വാങ്ങിക്കാനുള്ള റൈറ്റ് ഈ ഒരു ഡ്രാഫ്റ്റിൽ ഇല്ല. കൃത്യമായിട്ട് കണക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചത് അപ്ലൈ ചെയ്യാം. 1 രൂപ തീരുമാനിക്കുക. അതല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് സാറ് പറഞ്ഞതിനോടൊപ്പം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് നമ്മൾ നമ്മൾ സ്വയം
ഇതാകുക. അതെ അതെ അതല്ലാതെ അവിടെ ചെന്ന് നമ്മുടെ KDSPC അംഗങ്ങളൊക്കെ അങ്ങനെ ബഹളം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നമ്മള് KDSPC അംഗം എന്നുള്ള അല്ല സാറേ, പ്രൊസ്യൂമേഴ്സ് പൊതുവെ അങ്ങനെ ബഹളം ഉണ്ടാക്കാനായിട്ട് പോകത്തില്ല. ഈ ബഹളം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് രാഷ്ട്രീയക്കാരാ. അവരുടെ പാർട്ടി വളർത്താനോ അതാണ് നടക്കുന്നത്. ഉണ്ടാകുമെന്നാണ് ഞാൻ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ നേതാവ് ചെല്ലും, അവര് ബഹളം ഉണ്ടാക്കും. അതല്ലാതെ സാധാരണ ഒരു പ്രൊസ്യൂമറോ ഒരു കൺസ്യൂമറോ ബഹളം ഉണ്ടാക്കാനായിട്ട് പോകുമെന്ന് തോന്നുന്നില്ല. പോവില്ല. താങ്ക് യു സാർ, എല്ലാം മനസ്സിലായി. ഓക്കെ താങ്ക് യു സാർ. അടുത്ത ഡെയ്സി മാഡം സംസാരിക്കോ? സാറേ, എന്റെ ചോദ്യം സാർ ഇതിനു മുന്നേ സേവ്യർ സാറിന്റെ റെഗുലേഷൻ മീറ്ററിന്റെ ഇതിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഗവൺമെന്റിന് എന്തോ റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതെന്ത് റൈറ്റ് ആണ് സാറേ? ക്ലിയർ ആയോ സാറേ ചോദ്യം? ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്? മനസ്സിലായി. അത് എന്താണെന്നറിയോ, നമ്മളിപ്പോ ഡേറ്റയ്ക്ക് നമ്മളുടെ രാജ്യത്തെ സുരക്ഷയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയെ സംബന്ധിച്ചോ ഒക്കെ ഗവൺമെന്റ് റൈറ്റ് ഉണ്ട്. നമ്മൾക്ക് ഒരു പൗരന്റെ ഏത് ഡേറ്റ എടുത്തുകൊണ്ട് പോകാനായിട്ട്. നമ്മൾക്ക് രാജ്യസുരക്ഷയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമുക്കറിയാലോ, ഇവൻ ഫോൺ ടാപ്പ് ചെയ്യാൻ പോലും അവർക്ക് അധികാരമുണ്ട് വേണമെങ്കിൽ. അതുപോലുള്ള രീതിയിൽ നിയമങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും നിങ്ങൾക്ക് അറിയില്ലാണ്. ഞാൻ KSEB ഇരിക്കുമ്പോഴേ നിങ്ങൾക്ക് ഈ KSEBയുടെ കൺസംഷൻ ഡേറ്റ എങ്ങോട്ടെല്ലാം പോകുന്നുണ്ടെന്നറിയോ? KSEBയുടെ കൺസംഷൻ ഡേറ്റ വെച്ചിട്ട് ഇൻകം ടാക്സുകാർക്ക് പോകുന്നുണ്ട്, സെയിൽ ടാക്സുകാർക്ക് പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കുറെ ഒത്തിരി ഏജൻസികൾക്ക് പോകുന്നുണ്ട്. ഈ കൺസംഷൻ ഡേറ്റ വെച്ചിട്ട് അവർക്ക് ആരെ വേണേലും പിടിക്കാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബാത്റൂമിൽ സ്മാർട്ട് മീറ്റർ നിങ്ങൾക്ക് എല്ലാ കൃത്യ ഡേറ്റ ആയിട്ട് നിങ്ങളുടെ ബാത്റൂമിൽ എത്ര പ്രാവശ്യം പോകുന്നവരെ അറിയാനുള്ള ഡേറ്റയുണ്ട് KSEBക്ക്. അറിയോ? നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഈ ഡേറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുണ്ടോ, വീട്ടിലില്ല, നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്, ഈ ഒക്കെ ഡേറ്റ നമുക്ക് കൺസംഷനിൽ നിന്ന് എസ്റ്റിമേറ്റ് ചെയ്യാം, അറിയാമോ? അപ്പം ഈ ഡേറ്റ ഇലക്ട്രിസിറ്റി കൺസംഷൻ ഡേറ്റ എന്ന് പറഞ്ഞാൽ വളരെ വളരെ സെൻസിറ്റീവാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ അതിന് ഒരു പ്രൈവസി ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ലെവല് പ്രൈവസി വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് വളരെ ഈസി ആയിട്ട് പറ്റും. അതാ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഈ ഡേറ്റയൊക്കെ വേണമെങ്കിൽ ഗവൺമെന്റിന് എടുക്കാം, അതിനുള്ള നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്. എന്നാലും നമ്മളെ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഭരണഘടനയുടെ ഇതുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചോണ്ട് വേണം. പക്ഷെ ലൈസൻസിക്ക് എടുക്കാൻ ഡേറ്റ ആയിട്ട്, കാരണം എന്റെ മാം പറഞ്ഞു തന്നതാണ്. പക്ഷേ ലൈസൻസിക്ക് ഒരു കമ്പനിക്ക് നമ്മളുടെ ഡേറ്റ എടുത്തിട്ട് മറിച്ച് വിൽക്കാനും അങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാനും നമ്മൾ നാളെ ഇത് KSEB എന്ന് പറയുന്ന ഒരു പബ്ലിക് സെക്ടർ കമ്പനി മാത്രമല്ല, അതൊരു പ്രൈവറ്റ് സെക്ടർ ആകാം നാളെ എന്ത് ഒരു ലൈസൻസിക്ക് പബ്ലിക് സെക്ടർ ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ലൈസൻസി ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് എല്ലാവർക്കും ഒരേ അധികാരമാണ്. KSEB പ്രത്യേകിച്ച് അധികാരമൊന്നും. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കാർഡിയാക്കാണൊന്നും. സാറേ, ഒരു ഡൗട്ട് കൂടെ. പീക്ക് ടൈം പറയുന്നുണ്ട്, 6 to 10 പറയുന്നുണ്ട്, ഒരിടത്ത് 11:30 വരെയും പറയുന്നുണ്ട്. ഏതായി ഇത് ആപ്ലിക്കബിൾ ആകാൻ പോകുന്നത്? ഈ റെഗുലേഷൻ ഇതുപോലെ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഫണ്ടമെന്റൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഈ 3 പീക്ക് ഓഫ് പീക്ക് എന്തിനാണ് ഈ സോണായിട്ട് തിരിക്കുന്നത്? ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് ഇതൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം, ഒരു ആവശ്യകതയുണ്ട്. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് മാക്സിമം എഫിഷ്യൻസിയിൽ കൺസ്യൂമർക്ക് ഇലക്ട്രിസിറ്റി എത്തിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ സോൺ വൈസ് പീക്സ്, ഓഫ് പീക്ക്, നൈറ്റ് പീക്ക്, ഡേ പീക്ക് എന്നൊക്കെ വെക്കുന്നത്. അപ്പൊ നമ്മളുടെ ആൾക്കാരുടെ ഉപഭോഗം നമുക്കറിയാമല്ലോ. ഒരു ഇലക്ട്രിസിറ്റി സിസ്റ്റം ഡിസൈൻ ചെയ്യണമെങ്കിൽ, ജനറേഷൻ ഡിസൈൻ ചെയ്യണമെങ്കിൽ അതിനകത്ത് നമ്മളുടെ സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ജനറേറ്റിംഗ് സ്റ്റേഷന്റെ കപ്പാസിറ്റി തൊട്ട് നമ്മുടെ ലൈൻ ഒരു കൺസ്യൂമറുടെ അടുത്തേക്ക് വരുന്ന, കൺസ്യൂമറുടെ വീട്ടിലേക്ക് ഇലക്ട്രിസിറ്റി എത്തുന്നോളം വരെയുള്ള ഇത് നോക്കിക്കഴിഞ്ഞാൽ 1 മെഗാവാട്ട് ജനറേറ്റിംഗ് സ്റ്റേഷൻ ഒരു ജനറേഷൻ ഉണ്ടാക്കുന്നതിന് ഒരു 10 കോടി അല്ലെങ്കിൽ 12 കോടി രൂപ ആവും ശരാശരി. അല്ലെങ്കിൽ സോളാർ ആണെങ്കിൽ 6 കോടി രൂപയാണ്. അതേപോലെ തന്നെ ഏകദേശം അത്രയും 10 കോടി രൂപ തന്നെ എടുക്കും നമ്മുടെ നെറ്റ്വർക്ക് ഉണ്ടാക്കിയ ഒരു കൺസ്യൂമർ എത്തിലേക്കാണ്. അപ്പൊ അത്രയും ഇൻവെസ്റ്റ്മെന്റ് എടുത്തിട്ട് പീക്കില് രാജ്ഞേരം 4 മണിക്കൂർ മാത്രമായിട്ട് പീക്ക് ആയി പോകുമ്പോൾ ആ പീക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ജനറേറ്റിംഗ് സിസ്റ്റവും ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും ട്രാൻസ്മിഷൻ സിസ്റ്റവും ഇവിടെ ഉണ്ടാക്കണം. അപ്പൊ അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ആൾക്കാരുടെ കൺസംഷൻ പാറ്റേണിനെ നമ്മള് അയാളെ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യിക്കുകയാണ്. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് എങ്ങനെയാ ചെയ്യുന്നത്? ഈ താരിഫ് വഴി. അങ്ങനെ താരിഫ് വഴി ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? കൂടുതൽ കോസ്റ്റ് വെക്കുന്ന സ്ഥലത്ത് ആൾക്കാരോട് കുറച്ച് ഉപയോഗിക്കാനായിട്ട് ആവശ്യപ്പെടുക. അപ്പം പീക്കിന്റെ ഉപയോഗം കുറയ്ക്കുക എന്ന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി ടോട്ടൽ ഇലക്ട്രിസിക്കൽ സിസ്റ്റത്തിന് എഫിഷ്യൻസി, നിങ്ങൾ ട്രാൻസ്ഫോമർ ഓവർലോഡ് കുറയ്ക്കുക,
നിങ്ങളുടെ ലൈനിന്റെ ഓവർലോഡ് കുറയ്ക്കുക. അപ്പോൾ ഓവർലോഡ് കുറയ്ക്കുമ്പോൾ പറഞ്ഞ അടുത്തെന്ന് വെച്ചാൽ ഐസ്കോറാൻ ലോസ് കുറയുക എന്ന് പറഞ്ഞാൽ ലോസ് കുറയുക. അപ്പൊ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് കൂടുതൽ എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. പീക്കിലെ എനർജിയേക്കാളും അത് അങ്ങനെയുള്ള ഒരു എഫിഷ്യന്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പീക്ക് ഓഫ് പീക്ക് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നത്. ഈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് നമ്മുടെ ഇത്. അപ്പൊ നമ്മൾ എപ്പോഴാണ് പീക്ക് വരുന്നത്? വേനൽക്കാലം. അതുകൊണ്ടാണ് നമ്മൾ സ്മാർട്ട് മീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഡൈനമിക് താരിഫ് എന്ന് പറയും. അതായത് ഇപ്പം പല സ്റ്റേറ്റുകൾ തുടങ്ങിയിട്ട് പല രാജ്യങ്ങളിലും ഉണ്ട്. നമ്മൾ ഹോളിഡേയ്സിൽ ഒരു വിലയായിരിക്കും. ഹോളിഡേയ്സിൽ ഫ്രീ ആയിട്ട് ചിലപ്പം ജപ്പാനിലൊക്കെ ചില സമയത്ത് ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി കിട്ടും ചില അതിനെ കൂടെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഹോളിഡേയ്സ് ഡിമാൻഡ് കുറവാണ്. അപ്പൊ അന്നേരം ഇലക്ട്രിസിറ്റിക്ക് വില കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ലോഡ് അതിനെ കൂടെ വന്നിട്ട് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാകാം, എഫക്റ്റീവ് ഉണ്ടാകാം. പീക്കില് പൈസ കൂട്ടി വെച്ചാൽ ആൾക്കാരുടെ കൺസംഷൻ പാറ്റേൺ പീക്കിൽ നിന്ന് ഓഫ് പീക്കിലേക്ക് മാറ്റാം. ഇതാണ് ഉദ്ദേശം. അപ്പം പീക്ക് ആക്ച്വലി വേനൽക്കാലത്ത് പീക്ക് വരുന്നത് 11-12 വരെ വരും പീക്ക്. അപ്പൊ വേനൽക്കാലത്തെ പീക്കും മഴക്കാലത്തെ പീക്കും സീസണൽ ആയിട്ട് വ്യത്യാസം വരുത്തണം. ശരിക്കും പറഞ്ഞാൽ 6 തൊട്ട് ഇപ്പോഴും ഈ മഴയുള്ള സമയത്താണെങ്കിൽ 6 തൊട്ട് 10-10:30 വരെ ഉള്ളൂ പീക്ക് ഉള്ളൂ. പക്ഷെ നിങ്ങൾ വേനൽക്കാലത്തിലേക്ക് നോക്കിക്കേ, 11-12 1 മണി വരെ പീക്ക് ഉണ്ട്. അപ്പൊ ആ മാക്സിമം ഡിമാൻഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സോൺ വൈസ് ചെയ്യുന്നത് ബേസിക്കലി, അല്ലാതെ പൈസ വാങ്ങിക്കാനല്ല. പക്ഷെ ഇവിടുത്തെ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അതിന് കൺസ്യൂമറിൽ നിന്ന് കൂടുതൽ കാശ് വാങ്ങാനായിട്ട് മാറ്റിക്കളഞ്ഞു. ബേസിക്കലി ഇങ്ങനെ പീക്ക് ഓഫ് പീക്ക് മാറ്റുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാല് പീക്കിലെ കൺസംഷൻ കുറഞ്ഞിട്ട് അത്രയും റിഡക്ഷൻ ഓഫ് പീക്ക് കൊടുക്കും. നമ്മുടെ 1 രൂപ ഇവിടെ കൂട്ടി വെച്ചാൽ ഇപ്പുറത്ത് 1.5 രൂപ കുറച്ച് കൊടുക്കും. കാരണം വെച്ചാൽ ഇദ്ദേഹത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് കൂടുതൽ ഉപയോഗം കിട്ടും. അപ്പൊ ഇദ്ദേഹം കൂടുതൽ കൺസ്യൂം ചെയ്യും. അപ്പൊ ഒരു ഫാക്ടറിക്കാരൻ നൈറ്റ് ഷിഫ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടറിക്ക് ലാഭമാണ്. അപ്പൊ അവിടെ ഇലക്ട്രിസിറ്റി ഫാക്ടറിക്ക് ലാഭം കിട്ടും. 1/2 രൂപ കൂടെ കുറച്ച് കിട്ടുമ്പോൾ അവർക്ക് അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ഇന്നോവേറ്റീവ് താരിഫ് സിസ്റ്റമാണ്. അതിനെ ആ ഒരു രീതിയിലാണ് റെഗുലേറ്ററി കമ്മീഷൻ കൺസീവ് ചെയ്യേണ്ടതും നമ്മളും കൺസീവ് ചെയ്യേണ്ടതും അതനുസരിച്ച് സഹകരിക്കേണ്ടതും. അതല്ലാതെ ഇത് കാശ് പിടുങ്ങാനുള്ള ഒരു മാർഗമായിട്ട് പോകുമ്പോഴാണ് ഇതിനകത്ത് കോംപ്ലിക്കേഷൻ വീഴുന്നത്. ഞാൻ പറഞ്ഞ അതിന്റെ സ്പിരിറ്റ്, ഒറിജിനൽ സ്പിരിറ്റിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് പലപ്പോഴും താരിഫ് സിസ്റ്റം റിവോൾവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസി പകൽ ഇഷ്ടം പോലെ ഇലക്ട്രിസിറ്റി ഉണ്ട്, സോളാറെല്ലാം പകലാണ്. അതുകൊണ്ടാണ് സോളാർ അവേഴ്സ് 20% വില കുറച്ച് കൊടുക്കുന്നത് പറയുന്നത്. നമ്മുടെ ഇലക്ട്രിസിറ്റി റൈറ്റ് ഓഫ് ദി കൺസ്യൂമർ പറഞ്ഞിട്ടുണ്ട് സോളാർ അവേഴ്സിന് 20% വില കുറച്ച് കൊടുക്കണം നോർമൽ താരിഫിനേക്കാളും, എന്നിട്ട് പീക്കില് വില കൂട്ടണം. അപ്പൊ ഇവിടെ 20% കൊടുക്കുകയും പീക്കിൽ ഒരു 10% കൂട്ടുകയും ചെയ്ത് കോമ്പൻസേറ്റ് ചെയ്ത് പോയി. അപ്പൊ പീക്കിൽ ഈ പറഞ്ഞത് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അവൈലബിലിറ്റി ഉള്ള സമയത്തും ജനറേഷൻ ഉള്ള സമയത്തും സോളാർ ഉള്ള സമയത്ത് വെച്ചാൽ ചീപ്പ് ഇലക്ട്രിസിറ്റി കൂടുതലായിട്ട് കിട്ടും. അതാണ് ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ആ ഒരു പോയിന്റ് വെച്ചോണ്ട് വേണം നമ്മൾ ഇതെല്ലാം കാണാൻ. ഇവിടെ 10% ഡിഡക്ഷൻ ആണല്ലോ സോളാർ റിവേഴ്സിൽ പറയുന്നത്. അത് നമുക്ക് അത് തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. there are so many contradictions against this. ഇതാണ് ഇതിനകത്ത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മളെല്ലാം പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇലക്ട്രിസിറ്റി റൈറ്റ് ഓഫ് ദി കൺസ്യൂമറിന്റെ അനുസരിച്ച് മാത്രമേ ഉള്ളൂ ഇവിടെ ശരിക്കും പറഞ്ഞാൽ റെഗുലേഷൻ ഉണ്ടാകേണ്ടത്. അപ്പൊ ഇലക്ട്രിസിറ്റി റൈറ്റ് ഓഫ് ദി കൺസ്യൂമർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റെഗുലേഷൻ ഉണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിയമങ്ങളാണ്. അപ്പൊ ആ നിയമം അനുസരിച്ച് ഇത് കംപ്ലൈ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇലക്ട്രിസിറ്റി ആക്ടിന്റെ പ്രൊവിഷൻ അനുസരിച്ച് ഇത് കംപ്ലൈ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇങ്ങനെയുള്ള കോൺട്രഡിക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കുകയും അതിനുശേഷം കോടതി പോവുകയും ചെയ്താൽ അത് നമുക്ക് കിട്ടുകയും ചെയ്യും. ആരും സംശയമില്ല. അപ്പൊ ഈ മറ്റുള്ള ഇവരെ അതാ പറയുന്നത് സിഎയുടെ അഗേൻസ്റ്റ് ആയിട്ട് ഇവർക്ക് പോകാൻ പറ്റത്തില്ല. ഈ രാജ്യത്തെ മുഴുവൻ സ്റ്റാൻഡേർഡ്സും മീറ്ററിംഗ് സ്റ്റാൻഡേർഡ്സും കൺസിസ്റ്റന്റ് സ്റ്റാൻഡേർഡ്സും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും മാനേജ് ചെയ്യുന്ന സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ ചട്ടങ്ങളാണ്. ആ ചട്ടത്തിന്റെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ ഉണ്ടാക്കേണ്ടത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിയമങ്ങള്, കേരള സർക്കാരിന്റെ നിയമങ്ങള്, ആ നിയമങ്ങള് ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അതിനെല്ലാം കോൺട്രഡിക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിന് കോൺട്രഡിക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താരിഫ് പോളിസിയെ കോൺട്രഡിക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതിനൊക്കെ കോൺട്രഡിക്ട് ചെയ്തുകൊണ്ട് ഇതിനകത്തുണ്ടെങ്കിൽ അതൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യുകയും അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അത് റെഗുലേഷൻ വന്നില്ലെങ്കിൽ നിയമപരമായിട്ട് അതിനെ നേരിടുകയും ചെയ്യാം. അതാണ് എനിക്ക് ഉള്ള ഒരു അഡ്വൈസ്. മാഡം കഴിഞ്ഞോ മാഡം? ഓക്കെ. അപ്പോ സാറ് പറഞ്ഞതില് പറഞ്ഞോന്ന് എനിക്ക് തോന്നുന്നില്ല, അതായത് വിട്ടുപോയതാണോ എന്ന് അറിയത്തില്ല. നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഒരാൾക്ക് സ്മാർട്ട് മീറ്ററും ഒരാൾക്ക് പഴയ മീറ്ററും. സ്മാർട്ട് മീറ്റർ വെച്ചവന് പീക്ക് ടൈം വേറെ, മറ്റവന് വേറെ പീക്ക് ടൈം. ഒരിക്കലും നടപ്പായിക്കൂടാത്ത സംഗതിയാണ്. കാരണം മൈക്ക് മ്യൂട്ടാണ്. അല്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇലക്ട്രിസിറ്റി ആക്ടിന്റെ ഫണ്ടമെന്റൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യൂണിഫോം ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മീറ്റർ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല.
നമുക്ക് പറഞ്ഞിട്ടില്ല. അതിനകത്ത് ഇലക്ട്രിസിറ്റി ആക്ട് സെക്ഷൻ 62 പറയുന്നത് ആൾക്കാരെ ക്ലാസിഫൈ ചെയ്യുന്നതും കാറ്റഗറൈസ് ചെയ്യുന്നതും കണക്ട് ലോഡ് വെച്ചിട്ട് വരാം, ടൈം വെച്ചിട്ട് വരാം, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വരാം. ഒരാളെ മീറ്റർ വെച്ചിട്ട് അയാൾക്ക് മീറ്റർ വെക്കാത്ത ആൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് തെറ്റാണ്, അത് നിയമവിരുദ്ധമാണ്. ഓക്കെ, താങ്ക് യു സാർ. ഇനി ആരാ സംസാരിക്കുന്ന? ആരോ ഒരാളെ ഹാൻഡ് റൈസ് ചെയ്തായിരുന്നു, എന്നിട്ട് കൈ താഴ്ത്തി കളഞ്ഞു. മിസ്റ്റർ മോഹൻ എന്നാ കണ്ടത്. ഉണ്ടോ? ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ കൺക്ലൂഷനിലേക്ക് പോയി. 7:30 സ്റ്റാർട്ട് ചെയ്തു, 8:09 ദേവദാസൻ സാർ സംസാരിക്കും. സാറ് ജോർജ് സാറിനോട് ഒരു ചെറിയൊരു സംശയം ചോദിക്കാനാണ്. ഇപ്പോഴ് ഗ്രിഡ് സപ്പോർട്ട് ചാർജ് 1 rupees റെഗുലേഷനിൽ പ്രപ്പോസ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ 5 year MYT പെറ്റീഷനിൽ പറഞ്ഞത് അനുസരിച്ചിട്ടും മാത്രമല്ലേ അത് താരിഫിൽ ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ. അതിനെപ്പറ്റി സാർ എന്താ പറയുന്നത്? അത് പറഞ്ഞ് ശരി തന്നെയാണ്. പക്ഷേ MYT-യിൽ ഇവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം റെഗുലേഷൻ കൊണ്ടുവരും, ഈ പറഞ്ഞ റെഗുലേഷൻ. അതിനുശേഷം MYT-യുടെ അത് അമെൻഡ് ചെയ്യും. അതിന് അഗൈൻസ്റ്റ് ആയിട്ട് ആൾക്കാർക്ക് വേണമെങ്കിൽ കോടതി പോകാം. MYT അമെൻഡ് ചെയ്യാൻ പാടില്ലെന്ന് പറയും. ഇവർ ആദ്യമേ സോളാർ റെഗുലേഷൻ കൊണ്ടുവരും. സോളാർ റെഗുലേഷൻ കൊണ്ടുപോയിട്ട് പാസ്സാക്കി കഴിഞ്ഞിട്ട് റെഗുലേഷൻ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ താരിഫ് ഡിറ്റർമിനേഷന്റെ റെഗുലേഷൻ അമെൻഡ് ചെയ്യും. അങ്ങനെ അമെൻഡ്മെന്റ് കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ, അല്ലാതെ ഇത് കൊണ്ടുവരാൻ പറ്റില്ല. രണ്ടും കൂടെ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ ഇത് പറ്റും എന്നും പറയാം. അങ്ങനെ സപ്ലിമെന്ററി ആയിട്ട് ഒരു താരിഫ് റിവിഷൻ കൊടുക്കാൻ പറ്റുമോ? അതിന് പവർ ഇതിനുണ്ടോ റെഗുലേറ്ററി കമ്മീഷന്? അല്ല, അവര് പലപ്പോഴും ചെയ്തിട്ടുണ്ടല്ലോ. ഇതിനു മുമ്പും താരിഫിന്റെ ഇത് അമെൻഡ് ചെയ്തുകൊണ്ട് താരിഫ് റെഗുലേഷൻ അമെൻഡ് ചെയ്യും. അങ്ങനെയാണല്ലോ ഇവർ ശരിക്കും പറഞ്ഞ താരിഫ് റെഗുലേഷൻ അമെൻഡ് ചെയ്തത്. അവർ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് കാര്യം ഒരു മാറ്റം പറ്റുന്നെങ്കിൽ ആദ്യം അവർ റെഗുലേഷൻ അമെൻഡ് ചെയ്യും. അമെൻഡ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് ഗീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒബ്ജക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കോടതി പോകാം ആൾക്കാർക്ക്. പക്ഷെ അവർ ആദ്യമേ റെഗുലേഷൻ അമെൻഡ് ചെയ്യും, താരിഫ് റെഗുലേഷൻ. അതായത് MIT പീരീഡിൽ ഇപ്പോൾ ഓൾറെഡി റെഗുലേഷൻ ഉണ്ട്. MIT പീരീഡ് ഒരു താരിഫ് റെഗുലേഷൻ ഉണ്ട്. ആ റെഗുലേഷൻ അമെൻഡ് ചെയ്തിട്ട് അവർ കൊണ്ടുവരാം. ഇത് അതുകൊണ്ടാണ് ഇവർ ആദ്യമേ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. നമ്മുടെ സോളാറിന്റെ റെഗുലേഷൻ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അതിനുശേഷം താരിഫ് റെഗുലേഷനകത്ത് അത് അമെൻഡ് ചെയ്യണം. എന്നിട്ട് അവർ ഈ പറഞ്ഞ താരിഫ് ഓർഡറിൽ കൊണ്ടുവരും. ഈ 3 സ്റ്റെപ്പ് എടുത്താൽ ഇത് കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷേ പറ്റാത്തൊന്നുമില്ല, പറ്റായൊന്നുമില്ല. അവര് പറ്റുമെന്നുള്ളതല്ല, അവര് ചെയ്യും. ആരും ചോദിക്കാനും പറയാനും ഇല്ലെങ്കിലും ചെയ്യും. താങ്ക് യു സാറേ. സാറേ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ബാക്കിയുള്ള പോയിന്റ്സ് എല്ലാം ആൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കാരണം ഇതധികം പുറത്തുനിന്നുള്ള പാർട്ടിസിപ്പൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ആൾക്കാരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ കൂടുതലായിട്ട് എനിക്ക് പറയാനൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ചിരുന്ന പോയിന്റ്സ് എല്ലാം ജോസ് സാർ ആൾറെഡി ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു സാർ. അടുത്ത മിസ്റ്റർ സ്റ്റാൻലി സംസാരിക്കോ? ഗുഡ് ഈവനിങ്. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ ഈ മറ്റൊരു ടാരിഫിലേക്ക് വീല് ചെയ്യുന്ന കേസുകൾ പുതിയ റെഗുലേഷൻ വന്നു കഴിയുമ്പോൾ അത് പറ്റില്ല എന്നുള്ളൊരു പോയിന്റ് ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അത് നിലവിലുള്ള കൺസ്യൂമേഴ്സിനെ അത് സ്വാഭാവികമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് സ്വാഭാവികമായിട്ട് നമ്മൾ ഈ റൈസ് പോയിന്റുകളുടെ കൂട്ടത്തിൽ അതുണ്ടോ, അത് റൈസ് ചെയ്യേണ്ടതാണോ എന്നറിഞ്ഞാൽ കൊള്ളാം. നമ്മൾ കൊടുത്തിട്ടുണ്ട്. ജോസ് സാറ് സംസാരിക്കോ? അത് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും നിയമവിരുദ്ധമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാപിറ്റൽ കൺസ്യൂമറുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ പെടുന്ന ഒരു കാര്യമാണ്. അതായത് സ്വന്തം ആവശ്യത്തിന് ജനറേറ്റ് ചെയ്ത് ഇലക്ട്രിസിറ്റി സ്വന്തം ആവശ്യത്തിന് കൊണ്ടുപോകുക എന്നുള്ളത്. ഫില്ലിംഗ് ചാർജ്, ഓപ്പൺ ആക്സസ് ചാർജ്, അത് നമ്മുടെ സെക്ഷൻ 9 ക്യാപിറ്റൽ കൺസ്യൂമറുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള റൈറ്റ് ആണത്. അതായത് നമ്മളൊരു സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് ദി താരിഫ് നമ്മൾക്ക് അത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും, രാജ്യത്ത് എവിടെ വേണമെങ്കിലും. നിങ്ങൾക്ക് UP-യിലുള്ള ഒരാൾക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ ആയിരിക്കെ അവർ ഇത് വെച്ചിരിക്കുന്നത് താരിഫ് വെച്ചിരിക്കുന്നത് ശരിയല്ല. അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ഇലക്ട്രിസിറ്റി ആക്ടിനും പോളിസികൾക്കും വിരുദ്ധമാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എതിർക്കപ്പെടേണ്ടതാണ്. അത് പോയിന്റ് ഔട്ട് ചെയ്യേണ്ടതാണ്. യാതൊരു കാരണവശാലും ഡിഫറന്റ് താരിഫിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഇവിടെ ഇവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഗ്രൂപ്പ് നെറ്റ് മീറ്റിംഗിന്റെ മറവിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പ് നെറ്റ് മീറ്റിംഗ് വേറെ, ഇത് വേറെ. അപ്പൊ ഗ്രൂപ്പ് നെറ്റ് മീറ്റിംഗ് ആയിക്കോട്ടെ, ഗ്രൂപ്പ് നെറ്റ് മീറ്റിംഗിന് ഒരാൾക്ക് ഒരേ ഇതിൽ ചെയ്യണമെങ്കിൽ അത് ബില്ല് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് സെയിം ആയിക്കണമെങ്കിൽ ഗ്രൂപ്പ് നെറ്റ് മീറ്റിംഗ് ആകാം. പക്ഷെ മറ്റേ റൈറ്റ് എടുത്ത് കളയാനൊന്നും അവർക്ക് പറ്റില്ല.
അത് തെറ്റാണ്. അത് അത് നമ്മൾ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ആക്ടിലുള്ള കാര്യങ്ങൾക്ക് വിരുദ്ധമാണ്. ഒരാൾ സ്വന്തം ആവശ്യത്തിന് ഇന്ത്യയിൽ എവിടെ വേണേലും ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ടാക്കാനും അദ്ദേഹത്തിന് അതിന് വേണ്ടിയിട്ട് ട്രാൻസ്മിഷൻ ചാർജും വീലിംഗ് ചാർജും ഡിസ്ട്രിബ്യൂഷൻ ചാർജും കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ത്യയിൽ എവിടെ വേണേലും സ്വന്തം ആവശ്യത്തിന് അതിനകത്ത് ക്രോസ് സബ്സിഡി ചാർജ് ഇല്ല, ഈ പറഞ്ഞ ലൈനിൽ കൂടെ കൊണ്ടുപോകാനുള്ള ചാർജ് കൊടുത്തുകൊണ്ട് പറ്റേണ്ടതാണ്, പറ്റും. അത് അദ്ദേഹത്തിന്റെ റൈറ്റ് ആണ്. അതിനെ ഹനിക്കുന്ന രീതിയിലുള്ള ഡ്രാഫ്റ്റില് ഇതിനകത്ത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അത് പോയിന്റ് ഔട്ട് ചെയ്യേണ്ടതാണ്. അത് നിലനിൽപ്പില്ല, അത് തെറ്റുമാണ്. ഓക്കെ, ഈ ഒരു പോയിന്റ് നമ്മളത് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്രൂപ്പ് നെറ്റ് മീറ്ററിങ്ങിന്റെ മറവിലെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് നെറ്റ് മീറ്ററിങ് നടപ്പാക്കിയത് ആദ്യം ഡൽഹിയിലാണ്. അവിടെ ഒന്നും ഈ താരിഫ് എന്ന് പറഞ്ഞ സംഗതിയില്ല, ഏത് താരിഫിലേക്കും വിടാം. അതുകൊണ്ട് ഇത് നിയമമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കോടതിയിൽ പോകുന്നതിന്റെ ഒരു റൂട്ടുണ്ട് ഇതിനകത്ത്, ഈ ഒരു കേസ് അല്ലേ സാറേ? ഞാൻ സംശയമില്ല. ഓക്കെ, അടുത്ത മുഹമ്മദ് സാറ് സംസാരിക്കോ? മുഹമ്മദ് ഇബ്രാഹിം സംസാരിക്കുക സാറേ. സാറേ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സാറേ ഞാൻ വസതി കുറച്ച് ലേറ്റ് ആയിപ്പോയി, ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ഒരു ഇതുമായ സംശയം, അതായത് നമ്മൾക്ക് ഹാനികരമായിട്ടുള്ള എന്തെങ്കിലും റെഗുലേഷൻ ഏതെങ്കിലും തരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് മുന്നേ പറയുന്ന കേട്ടു സ്റ്റേ ഓർഡർ വാങ്ങാൻ കഴിയില്ല എന്ന് എനിക്ക് കേട്ട മാതിരി തോന്നി ഇതിന് മുന്നത്തെ പല മീറ്റിങ്ങുകളിലും. അതായത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ പല തീരുമാനങ്ങളും കോടതിക്ക് സ്റ്റേ ചെയ്ത് പല ചരിത്രം നമ്മളെ മുന്നിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ കേവലം ഒരു റെഗുലേറ്ററി കമ്മീഷന്റെ ഇത്തരം ജനകീയമല്ലാത്ത തീരുമാനങ്ങളെ നമുക്ക് ചോദ്യം ചെയ്ത് സ്റ്റേ ഓർഡർ വാങ്ങിച്ച് അതിനൊരു തീരുമാനത്തിലേക്ക് കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നൂടെ എന്നുള്ളൊരു ചെറിയൊരു സംശയമാണ് എനിക്കുള്ളത്. ഒന്ന് മറുപടി പറയാമോ? സംസാരിക്കൂ സാറേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനമല്ലല്ലോ ഇത്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത് വളരെ അധികാരമുള്ള ഒരു സ്ഥാപനമാണ്. നിങ്ങൾക്കറിയാമോ, ഇത് സ്വന്തം നിയമം ഉണ്ടാക്കുകയും സ്വന്തം നടപ്പാക്കുകയും ചെയ്യാൻ അധികാരം പാർലമെന്റ് ഉണ്ടോ? പാർലമെന്റ് എക്സിക്യൂട്ടീവ് വേറെ, ഗവൺമെന്റ് ഉണ്ട്. പാർലമെന്റ് ആണ് നിയമം ഉണ്ടാക്കുന്നത്, അത് എക്സിക്യൂട്ടീവ് ആണ് നടപ്പാക്കുന്നത്. അത് അനലൈസ് ചെയ്യുന്നത് ജഡ്ജാണ്, കോടതിയെ ജഡ്ജ്, അതായത് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റമാണ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? റെഗുലേറ്ററി കമ്മീഷനകത്ത് ഇത് ഉണ്ടാക്കാനും അത് നടപ്പാക്കാനും അതിനെ ജഡ്ജ് ചെയ്യാനും അവർക്ക് അധികാരമുണ്ട്. ഈ മൂന്ന് പാർട്ടും, അതായത് ലോ മേക്കിംഗ്, എക്സിക്യൂഷൻ ആൻഡ് ഈവൻ അതിന് ഇന്റർപ്രിട്ടേഷൻ അവർ തന്നെ ചെയ്യാം. അവർക്ക് തന്നെ ചെയ്യാനുള്ള ഉണ്ട്. അതാണ് ഇതിനകത്തെ പ്രശ്നം. അവർക്കൊരു പരാതി. ഇതിനകത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇത് ആദ്യത്തെ പ്രൊസീജിയർ ആയിരുന്നു, അതായത് ലോ മേക്കിംഗ് പ്രൊസീജിയറാണ്. അപ്പൊ അതിനകത്ത് ലോ മേക്കിംഗ് പ്രൊസീജിയറിനകത്ത് നമുക്ക് കയറി ഇടപെടാൻ പറ്റുന്നില്ല. അവരുടെ ഡിസിഷൻ അല്ലല്ലോ ഇത്. ആ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അവർ ഹിയർ ചെയ്യാണ്, അവർ കയറിയാണ്, ഒരു ഡ്രാഫ്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് വേണമെങ്കിൽ അതില്ലാത്ത കാര്യങ്ങൾ ഈ ഡ്രാഫ്റ്റിനകത്ത് ഇതിന്റെ കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞ് പോവാം. പക്ഷെ അല്ലാതെ പോകാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റും, ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ പോകാൻ പറ്റുമായിരിക്കും. അല്ലാതെ അതിന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞ് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അല്ലെങ്കിൽ അതിനകത്ത് ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങളെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പോകാമായിരിക്കും. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഉദ്ദേശിച്ച പലപ്പോഴും ഈ ഫീൽഡിൽ നമ്മുടെ ഈ പറയുന്ന റിന്യൂവബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഫീൽഡില് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ നമ്മൾക്ക് മറ്റേ ഹൈഡ്രോയും വിൻഡിന്റെയും കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടില്ല, അല്ലെങ്കിൽ ഡ്രാഫ്റ്റിനകത്ത് കൂടുതൽ ഇന്ത്യന്റെ കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇന്ത്യന്റെ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് പോകാമായിരിക്കും. പക്ഷെ അല്ലാതെ നമുക്ക് അതിന് ഒരു പ്രോസസ് ഓഫ് ഇവല്യൂഷൻ ആണ്. അതിന് ജനാധിപത്യത്തിന്റെ ഒരു പ്രോസസ്സാണ്. തെരഞ്ഞെടുപ്പിനെ ആരെങ്കിലും ഇത് ചെയ്യും എന്ന് പറഞ്ഞ് പറയാം, അല്ലെങ്കിൽ പാർലമെന്റിലെ ഡിസ്കഷനെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിയമസഭയിലെ ഡിസ്കഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പറയുള്ളൂ. അതിനുശേഷമാണ് നിങ്ങൾക്ക് റെഗുലേഷൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറയും പോവാം. അതിന് മുമ്പ് എങ്ങനെയാ പോവാ എന്ന് പറഞ്ഞുകൊണ്ടാ പോവാ. അല്ല, റെഗുലേഷൻ ഇറങ്ങിയതിനു ശേഷം അത് നമ്മൾക്ക് ദോഷകരമായി ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സംശയമൊന്നുമില്ല. അതല്ല, അതിന് സ്റ്റേ ഓർഡർ കിട്ടുമെന്നും കൂടി ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എഫക്റ്റീവ് ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് ഹൈക്കോടതി പോയിട്ട് സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ ആൾക്കാർ. ഇതിനു മുമ്പും പല കേസുകളും ആ പർട്ടിക്കുലർ പോർഷൻ സ്റ്റേ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് ഉള്ള കാര്യങ്ങൾ സ്റ്റേ ചെയ്യാറുണ്ട്, ചെയ്തിട്ടുണ്ട്.
അങ്ങനെയുള്ള അപ്പൊ ഇഷ്ടംപോലെ കേസുകളുണ്ട്. ഈവൻ റെഗുലേഷൻ വരെ പിന്നെ മൊത്തത്തിൽ സ്റ്റേ ചെയ്ത കേസുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്, അതൊക്കെ പറ്റും. റെഗുലേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പറ്റും. പക്ഷെ സാധാരണഗതിയിൽ മൊത്തത്തിൽ സ്റ്റേ ചെയ്യത്തില്ല. കാരണം വെച്ചാൽ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സിലല്ലേ. അപ്പൊ നമുക്ക് ഡിസ്പ്യൂട്ട് ഉള്ള ഭാഗത്ത് ആ പർട്ടിക്കുലർ പോർഷൻ സ്റ്റേ ചെയ്യും. അങ്ങനെ ഞാൻ സാധാരണത്തിൽ കാണുന്നത്. മൊത്തത്തിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും എൻ്റെ ബിസിനസ് സ്റ്റോപ്പായി പോകുള്ളൂ, അല്ലെങ്കിൽ അതിനകത്ത് ഇതിലാവില്ല. അങ്ങനെ മൊത്തത്തിൽ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ പഴയൊരു നിയമത്തിന്റെ വാലിഡിറ്റി തീരുകയും പുതിയ നിയമം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ വലിയൊരു നമുക്കൊരു സെറ്റ് ബാക്ക് ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും കൂടി ചിന്തിക്കാവുന്നതാണ് അല്ലേ ആ പർട്ടിക്കുലർ പോയിന്റിൽ. അതാണത് എനിക്കൊന്ന് കൺഫേം ചെയ്യുന്നുണ്ടായിരുന്നത് കേട്ടോ. താങ്ക് യു സർ, താങ്ക് യു ഓൾ. താങ്ക് യു സർ. അടുത്ത മിസ്റ്റർ കൃഷ്ണകുമാർ സംസാരിക്കുന്നുണ്ടോ? കൃഷ്ണകുമാർ ഇടയ്ക്ക് ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. സംസാരിക്കും. ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പൊ എനിക്ക് ഇല്ല പ്രത്യേകിച്ചൊന്നുമില്ല. ഒരേ ഒരു സംശയമേ ഉള്ളൂ. നാളെ മറ്റേ പത്രത്തിലൊരു കട്ടിട്ടുണ്ടായിരുന്നു, ഈ KSEBയുടെ നഷ്ടം നികത്താൻ സമ്മതിക്കണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരുടെ നഷ്ടം നമ്മുടെ തലയിലാണോ നികത്തുന്നത്? അവരുണ്ടാക്കി വെക്കണ നഷ്ടം നികത്തേണ്ട അവരുടെ ഉത്തരവാദിത്തമല്ലേ? അവര് എങ്ങനെയാ വെച്ചാൽ കുറിച്ചാണ് പറയുന്നത്. അല്ലല്ല, ഒരു പത്രത്തിന്റെ സുപ്രീം കോടതി വിധിയല്ലേ? അതാണ് സുപ്രീം കോടതി വിധിയല്ലേ കാര്യം പറഞ്ഞു. അതെ 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 അത് ശരിക്കും പറഞ്ഞാൽ നഷ്ടം എന്ന് പറയില്ല. അത് ഓൾറെഡി പണ്ട് തൊട്ടേ ഇത് നമ്മുടെ റെഗുലേറ്ററി കമ്മീഷന്റെ ഫെയിലിയറാണ്, KSEBയുടെ ഫെയിലിയറല്ല. നമ്മൾ ഉള്ള കാര്യം പറയണല്ലോ. നമ്മള് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ പണ്ട് തൊട്ടേ നമുക്കറിയാം. നിങ്ങൾക്ക് ഒരു യൂണിറ്റ് നമുക്കറിയാമല്ലോ. ശരിക്കും പറഞ്ഞാൽ ശരാശരി ഇലക്ട്രിസിറ്റിയുടെ വില എത്രയാ ഇപ്പം? 7 രൂപ 35 പൈസയോ 7 രൂപ 40 പൈസയോ ഇലക്ട്രിസിറ്റിക്ക് കോസ്റ്റ് ആണ്. ഇലക്ട്രിസിറ്റി നമ്മൾ ചെയ്യുന്ന കോസ്റ്റ്. പക്ഷെ റെഗുലേറ്ററി കമ്മീഷൻ റിക്കവർ ചെയ്യാൻ സമ്മതിക്കുന്ന 6 രൂപ 70 പൈസ. റെഗുലേറ്ററി കമ്മീഷൻ അവിടെ തന്നെ മുഴുവൻ കണക്കുകൾ അപ്രൂവ് ചെയ്ത ശേഷം, ഇങ്ങനെ നമ്മളെ റെഗുലേറ്ററി മെക്കാനിസത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആവറേജ് റവന്യൂ റിക്വയർമെന്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ KSEB കൊടുക്കുന്നത്, കണക്ക് കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് അടുത്ത വർഷം ഞങ്ങളുടെ ആവറേജ് റവന്യൂ റിക്വയർമെന്റ് ഇത്രയാണ്. അതിനുശേഷം ആ റവന്യൂ റിക്വയർമെന്റ് കൊടുക്കുമ്പോൾ അവർ കണക്കാക്കും 7 രൂപ ശരാശരി. ഇതിനനുസരിച്ച് അടുത്ത ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത ഈ വർഷത്തേക്ക് അവർക്ക് ശരാശരി ഒരു യൂണിറ്റിന് 7 രൂപ 30 പൈസ വെച്ചിട്ട് 7 രൂപ 40 പൈസ വെച്ചിട്ടോ ഒക്കെ ചെലവാകും എന്ന് അവര് അറൈവ് ചെയ്ത ശേഷം അവരെന്താ ചെയ്യുക? 6 രൂപ 70 പൈസക്കോ 6 രൂപ 80 പൈസക്കോ ഉള്ളു താരിഫ് ഉണ്ടാക്കുള്ളൂ. അപ്പൊ ബാക്കി 30 പൈസ എവിടെ പോയി? ആ 30 പൈസേനെ റെഗുലേറ്ററി അസറ്റ് എന്ന് പറഞ്ഞ് അവിടെ കീപ്പ് ചെയ്യും. ബേസിക്കലി ഞാൻ പറയുന്നത്, ഇവര് KSEB 10,000 കോടി രൂപ ചോദിച്ചു. 10,000 കോടി രൂപ ചോദിച്ചിട്ട് KCRC 9,000 കോടി രൂപ അനുവദിച്ചു. അതിനുശേഷം 8,000 കോടി രൂപയുടെ താരിഫേ അവർ നിശ്ചയിക്കുന്നുള്ളൂ. അങ്ങനെയാണ് ഇവിടുത്തെ പ്രശ്നം. അവര് 10,000 കോടി ചോദിച്ചിട്ട് 9,000 കോടി അനുവദിച്ച് അവര് ശരിയാന്ന് കണ്ടു. 9,000 കോടി അനുവദിച്ചു. അതിനുശേഷം അനുവദിച്ച് കണ്ടെത്തി അനുവദിച്ചതിന് മുഴുവൻ അവർ താരിഫ് കൊടുക്കുന്നില്ല. അങ്ങനെയാകുമ്പോൾ 1,000 കോടി ഗ്യാപ്പായിട്ട് വരും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് അങ്ങനെ ഗ്യാപ്പ് ഒന്നും എന്താ സംഭവിക്കുക? അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ? അത് പണ്ടേ ഇന്ന് പുതിയ തുടങ്ങിയല്ല. ഗ്യാപ്പ് ഒന്നും തന്നെ സംഭവിക്കുക. ആ ഗ്യാപ്പ് പിന്നീട് ഇതിലേക്ക് നികത്താനായിട്ട് ഇതിലേക്ക് വരും. അപ്പൊ എന്താ സംഭവിക്കുക? ഞാനിപ്പം 1900 അല്ലെങ്കിൽ 2015 ഗ്യാപ്പിന് ഞാനിപ്പം പേ ചെയ്യണം. അപ്പൊ 2015 കൺസ്യൂമർ അതിന്റെ താരിഫ് കൊടുക്കുന്നതിന് പകരം 2025 ഒരു പുതിയ കൺസ്യൂമറായിട്ട് ഞാൻ വന്നു. ഞാനൊരു പുതിയ കൺസ്യൂമറായിട്ട് കണക്ഷൻ എടുത്തു. എന്താ സംഭവിച്ച? ഞാൻ 2015 തൊട്ട് 20 വരെയുള്ള കൺസ്യൂമർക്ക് കൊടുക്കേണ്ട പൈസയും കൂടെ 2020 മാത്രം കണക്ഷൻ എടുത്ത എന്റെ നിലയിലേക്ക് വരുന്നു. അത് നീതിയാണോ? അല്ല. അതാണ് സുപ്രീം കോടതി പറഞ്ഞത്, നിങ്ങൾ ഗ്യാപ്പ് ഇടരുത്. പല പ്രാവശ്യം പറഞ്ഞു. അതിനുശേഷമാണ് ഇപ്പൊ സുപ്രീം കോടതി നിങ്ങൾ ഗ്യാപ്പ് ഇടുന്നത് ഫണ്ടമെന്റൽ റൈറ്റിന് വിരുദ്ധമാണ്. ഞാൻ 2025 ഒരു പുതിയ കൺസ്യൂമർ വന്നാല് ആ കൺസ്യൂമറുടെ തലയിലേക്ക് പഴയ ബാധ്യതകൾ തലയിൽ വെക്കുന്നത് ആ കൺസ്യൂമറോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. അത് നീതിയാണ്, അനീതിയാണ്. അപ്പൊ അത് ചെയ്യാൻ പാടില്ല. ഇത് ഇന്നൊന്നും തുടങ്ങിയതല്ല. ഈ റെഗുലേറ്ററി കമ്മീഷൻ തന്നെ ഇതെല്ലാം ചെയ്തോണ്ട് വന്നേ. ഇതിപ്പോ 60,000 കോടിയിലേക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാനാണ് പറയുന്നത്. മനസ്സിലായി. അതാണ് ഇതിന്റെ പ്രശ്നം. ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹാൻഡ് റൈസ് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഷനിലേക്ക് പോകാം. നമുക്ക് ഒരു 1.5 മണിക്കൂറായിരുന്നു നമ്മുടെ ഡ്യൂറേഷൻ. ആ സമയം കഴിഞ്ഞു.
ഓക്കെ. നമുക്ക് സാറേ ഈ പബ്ലിക് ഹിയറിംഗിൽ നമ്മൾ പ്രൊസ്യൂമേഴ്സ് സ്വീകരിക്കേണ്ട സ്ട്രാറ്റജി ഇപ്പൊ ടെക്നിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ അവിടെ ഹിയറിംഗിൽ സ്വീകരിക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്തായിരിക്കണം? ഇപ്പോ മുൻകഴിഞ്ഞ ഹിയറിംഗിന് വ്യത്യസ്തമായി ഇപ്പോ ഓൺലൈൻ ഹിയറിംഗ് നടത്തിയ ശേഷമാണ് ഇപ്പോൾ ഓഫ്ലൈൻ ഹിയറിംഗ് നടത്തുന്നത്. ഓൺലൈൻ ഹിയറിംഗ് സംസാരിച്ചവർക്ക് ഇനി കൂടുതൽ സംസാരിക്കാൻ അവസരമില്ല, കുറഞ്ഞ വാക്കുകളേ ഉള്ളൂ, അങ്ങ് എത്ര വരെ നിലപാടുകൾ അവിടെ ഉണ്ടാവോ അതിനെപ്പറ്റി നമുക്ക് പ്രഡിക്ഷൻ നടത്താൻ പറ്റുന്ന ഒന്ന്. രണ്ടാമത്തത് കൺസ്യൂമേഴ്സിനെ പ്രൊസ്യൂമേഴ്സ് തമ്മിൽ തെറ്റിക്കുന്ന രീതിയിൽ കൺസ്യൂമേഴ്സ് കൂടുതൽ വന്നിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അതിന് നമ്മുടെ പ്രതികരണം നമ്മൾ കൊടുക്കേണ്ടതുണ്ടോ? അതിനെ പറ്റിയും പറഞ്ഞാൽ തിരക്കിടില്ല. താങ്ക് യു. അല്ല, നമുക്കിവിടെ സമയം ക്ലിപ്തമായിട്ട് തന്നിരിക്കുകയാണല്ലോ സാറേ. മാത്രമല്ല വേറൊരാള് ഒരു കൺസ്യൂമർ സംസാരിക്കുന്നതിന് ഒരു പ്രൊസ്യൂമർ അതിന് മറു ഭാഗമായിട്ട് നിന്ന് സംസാരിക്കാനൊന്നും ഒരു വേദിയില്ല ഇവിടെ. അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ ഒരു റെഗുലേറ്ററി കമ്മീഷനോട് നമ്മുടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജോസ് സാർ എന്തെങ്കിലും ആഡ് ചെയ്യൂ സാറേ ഇതിൽ? അല്ല, അങ്ങനെ ഇതിനകത്തൊരു ക്രോസ് ടോക്കിന്റെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് ഇതിനകത്തൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നമുണ്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാല് കൺസ്യൂമറുടെ നമ്മൾക്ക് കൊടുക്കുന്ന ഈ റെഗുലേറ്ററി കമ്മീഷന്റെ അല്ലെങ്കിൽ KCB ഉള്ള പൊതുവെ ഉള്ള ഒരു ധാരണ, റെഗുലേറ്ററി കമ്മീഷൻ ഇൻക്ലൂഡ് റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കൺസ്യൂമർക്ക് പ്രൊസ്യൂമർക്ക് കൊടുക്കുന്ന ബെനിഫിറ്റുകളെല്ലാം കൺസ്യൂമറുടെ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളാണ് വരുന്നത്. അതായത് രാത്രിയിൽ കൂടുതൽ ഇലക്ട്രിസിറ്റിക്ക് കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കുന്നു. ആ ഇലക്ട്രിസിറ്റിയുടെ അതിനുശേഷം വാങ്ങിച്ച് ഇവർക്ക് കൊടുക്കുമ്പോൾ പകരം കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി രാത്രി തിരിച്ചെടുക്കുമ്പോൾ അതിന് കൂടുതൽ വില വരുന്നത് കൊണ്ട് ആ കൂടുതൽ വില സാധാരണ കൺസ്യൂമറുടെ തലയിലേക്ക് വരുന്നത് എന്നുള്ളൊരു തെറ്റായ നറേറ്റീവ് ഇവിടെ ഉണ്ട്. അത് വസ്തുത തന്നെയാണ്. അതിനെ ക്ലാരിറ്റി ചെയ്യാനായിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ രണ്ട് മൂന്ന് പോയിന്റുകളുണ്ട് അതിന്. അത് ഒന്നാമത് ഇവിടെ നമ്മുടെ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി പ്രൊസ്യൂമർ ഉപയോഗിച്ച ശേഷം അന്നേരം തന്നെ വിൽക്കുകയാണ്. ഇവിടെ ആരും ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് ഒരു ഇതില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ആ വിൽക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് അന്നേരം തന്നെ 10 രൂപ വരെ കിട്ടുന്നുണ്ട്. 10 രൂപ വരെ ശരാശരി 7 രൂപ 20 പൈസ ചിലവാകുമ്പോൾ ആ 7 രൂപ 20 പൈസ എങ്കിലും കിട്ടും. അതോടൊപ്പം തന്നെ 10 രൂപ വരെ വിൽക്കുന്നുണ്ട്. പലപ്പോഴും 10 കൂടുതൽ വിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാഭമുണ്ട്. ആ ലാഭവുമായി ഡിക്വേറ്റ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ലാഭം. രണ്ടാമത്തെ ലാഭം ഇവർക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഇലക്ട്രിസിറ്റി കൊണ്ടുവരുമ്പോഴുള്ള ട്രാൻസ്മിഷൻ ലോസും ട്രാൻസ്മിഷൻ ചാർജും ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ലോസും ഡിസ്ട്രിബ്യൂഷൻ ചാർജും പിന്നെ പുറത്തെ ഇലക്ട്രിസിറ്റിക്ക് കൊടുക്കുന്ന PGCL കൊടുക്കുന്ന പൈസകള് അവർക്ക് കൊടുക്കുന്ന ചാർജസ് ഒന്നും ഇവിടെ വരുന്നില്ല. അപ്പൊ ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്ത് പ്രോപ്പർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാതെ ഇങ്ങനെ വരുന്ന തെറ്റായ ധാരണകളെ ഇത് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ അതാണ് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ ആരും ഒരു ബാങ്കിങ് വെക്കാനായിട്ട് KSEB നാളിതുവരെ ഇവിടെയും ഒരു കൂടുതൽ ചെലവുണ്ടാക്കുന്ന ഒരു ബാറ്ററി വെച്ച് കൺസ്യൂമർ അറിയുന്നത് ഇവിടെ ഒരു കാര്യം പോന്നിട്ടില്ല. പിന്നെ അപ്പോഴിതൊരു വെറും ധാരണാപരമായിട്ടുള്ള തെറ്റായ ധാരണ കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അത് വേണമെങ്കിൽ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പം ഈ തെറ്റായ ധാരണകളെ കൊണ്ട് പരസ്പരം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പരസ്പരം കൺസ്യൂമറെ ഇത് ചെയ്യാനും, അതായത് പരസ്പരം അതായത് ഡിവൈഡ് ചെയ്യാനുള്ള ഒരു നെറേറ്റീവ് ഇവിടെ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് പറയുവാണെങ്കിൽ അത് ആ ഒരു ക്ലാരിറ്റി കൊണ്ടുവന്ന് നല്ലതായിരിക്കും. ഇവിടെ ഞാൻ പറയുന്നത്. അപ്പൊ അവിടെ കൺസ്യൂമേഴ്സ് ഉണ്ടെങ്കിൽ കൺസ്യൂമേഴ്സ് അത് മനസ്സിലാവുമെങ്കിൽ മനസ്സിലാവും. അത് ശരിക്കും അങ്ങനെ കൂടുതൽ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ആ കൂടുതൽ എക്സ്പെൻസ് വാങ്ങിക്കാനായിട്ട് അവർ കണക്കുകൾ കൊണ്ടുവരട്ടെ. KSEB ഇവർ 500 കോടി കൂടുതൽ ചെലവായെന്ന് ഇവർ ബ്ലണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പവർ പർച്ചേസ് കൊണ്ടുവരട്ടെ. ഇവര് കണക്കിനകത്തൊന്നുമില്ല ഈ പവർ പർച്ചേസ്. ഇത് 500 കോടി രൂപ ചെലവായെന്ന് എങ്ങനെ ചെലവായെന്ന് ഇവര് പറയണം. ഇവര് പറയുന്ന 500 കോടി രൂപ ചെലവായെന്ന് ഒരു വിധത്തിലും ഒരു പവർ പർച്ചേസ് ഇല്ല. 1.4 കോടി കൺസ്യൂമർ ഇവിടെ പീക്ക് ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് മുഴുവൻ കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിക്ക് മുഴുവൻ ഇവിടെ സോളാർ കൺസ്യൂമറാണ് ഉത്തരവാദി എന്നുള്ള രീതിയിലുള്ള നറേറ്റീവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്താ ചെയ്യാൻ പറ്റും? അങ്ങനെയാണ് നടക്കുന്നത്. അത് നമ്മൾ ക്ലാരിറ്റി കൊണ്ടുവരാനേ പറ്റുള്ളൂ. അല്ല വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ പറ്റി പറ്റുന്ന ആൾക്കാർ അതിനുള്ള കാര്യങ്ങൾ കൂടുതൽ ക്ലാരിറ്റിയോടെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് നന്നായിരിക്കും. മുഹമ്മദ് സാറേ കഴിഞ്ഞു സാറേ. ഈ റെഗുലേറ്ററി കമ്മീഷനും KSEB എന്തായാലും ഒറ്റക്കെട്ടായി നിന്ന് ഇത് നടപ്പാക്കാനായിട്ടുള്ള പരിശ്രമം തന്നെ നടത്തുകയും ചെയ്യും. KSEB അതിൻ്റെതായ ഒരു പ്രസന്റേഷൻ നടത്തുകയും ചെയ്യും. ആ പ്രസന്റേഷനിൽ വേണമെങ്കിൽ 500 കോടിയുടെ കാര്യം പറയുകയും ചെയ്യും. അവരതിനും മടിക്കത്തില്ല.
അപ്പൊ അത് കഴിഞ്ഞായിരിക്കുമല്ലോ നമ്മുടെ ഹിയറിംഗ് വരുന്നത്. നമ്മളെ ഈ KDSPCയിലുള്ള ആൾക്കാർക്ക് അത് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്, ആയിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടുമ്പോഴേ അത് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയണം. നമുക്ക് കൺക്ലൂഷനിലേക്ക് പോയാലോ? വേറെ ഒന്നുമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ 58 അംഗങ്ങളുണ്ട്, ഒരു 90 വരെയൊക്കെ എത്തിയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചർച്ച വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പുതിയ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. പരസ്പരം ചർച്ച ചെയ്തപ്പോൾ നമ്മൾ ഈ റിന്യൂവബിൾ എനർജി ആ ടൈപ്പ് അതിനെപ്പറ്റി തന്നെ സംസാരിച്ചു. അതുപോലെ ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ വന്നപ്പോൾ പല അഭിപ്രായങ്ങൾ വന്നിട്ട് ഏകദേശമൊക്കെ നമ്മളൊരു ഒത്തുതീർപ്പിൽ എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്നാലും ഇത് മൊത്തം കോംപ്ലിക്കേറ്റഡ് ആണ്, ഒരു പരിധിവരെ അത് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ നമ്മളെ ഓരോരുത്തരെയും പരിശ്രമം കൊണ്ട് ശരിയായൊരു നിയമം ഇവിടെ പാസ്സാകട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. അപ്പൊ നമ്മുടെ ഈ കൂട്ടത്തില് ഇതിൽ അറ്റൻഡ് ചെയ്തവർക്കൊരു നന്ദി പറയാനായിട്ട് കോർ കമ്മിറ്റി അംഗങ്ങളല്ലാതെ ആരെങ്കിലും ഒരാൾ മുമ്പോട്ട് വരുമോ? പെട്ടെന്ന് അങ്ങ് മൈക്കെടുത്ത് സംസാരിച്ചാൽ മതി, സംസാരിക്കാനൊരു ചാൻസും കൂടെ ആവും. എന്താ പറയുന്നത്? ഈ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഒരു നന്ദി പറയാനായിട്ട്. ഇല്ലെങ്കിൽ ഞാൻ തന്നെ നന്ദി പറഞ്ഞേ കൺക്ലൂഡ് ചെയ്യും. പറഞ്ഞു. സാജു ആരാ സംസാരിക്കുന്നേ? അത് എഴുതി കാണിച്ചിട്ടുണ്ട്. എവിടെ എഴുതി കാണിച്ച്? ഡിസ്കഷൻ വാസ് വെരി യൂസ്ഫുൾ. ഓക്കെ, അതെ. അപ്പൊ പ്രത്യേകിച്ച് ആരെങ്കിലും പറയുന്നുണ്ടോ? സാർ ഞാൻ പറയാം. പറഞ്ഞോളൂ. എന്റെ പേര് മോഹൻ വെള്ളനാട്. ഓക്കെ, സാർ, ഇവിടെ ഫലപ്രദമായ ഒരു ചർച്ചയാണ് ഇന്ന് നടന്നത്. ജോർജ് സാറും ജെയിംസ് കുട്ടി സാറും അതിന് വ്യക്തമായും കൃത്യമായും മറുപടിയും നൽകി. ഇതേപോലെ നമുക്ക് മുന്നോട്ട് വീണ്ടും പോകണം. ഈ ഒത്തൊരുമ എന്നും നിലനിൽക്കുകയും വേണം. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും KDSPCയുടെ പേരിൽ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഓക്കെ, ഇപ്പൊ കൺക്ലൂഡ് ചെയ്യാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു.